الحمد لله نحمده ونستعينه ونؤمن به ونعوذ بالله من يهده الله فلا مضل له ومن يضلله فلا هادي له لا إله إلا هو لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله كرمسون اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد സമാദരണീയനായ ഷേഖുന പയ്യക്ക് ഉസ്താദ് അവർകളെ, സ്റ്റേജിൽ സന്നിഹിതരായ ബഹുമാനപ്പെട്ട ഉലമാക്കളെ, പ്രിയപ്പെട്ട മുതംസഖുകളെ, നേതാക്കളെ, ബഹുമാന്യ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മച്ചമ്പാടി ശാഖാ കമ്മിറ്റി സമസ്ത മഹാസമ്മേളനം ഏറെ ശ്രദ്ധേയമായ വിധത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളും ഉലമാക്കളും സംബന്ധിച്ച ഈ വേദിയിൽ വളരെ പഠനാർഹങ്ങളായ പ്രഭാഷണങ്ങളാണ് നേരത്തെ ഇവിടെ നടന്നതും ഇനി ഇവിടെ നടക്കാനിരിക്കുന്നതും. നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രഭാഷണം ബഹുമാനപ്പെട്ട മുഹമ്മദ് നരാമന്തളി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടത്താനിരിക്കുകയാണ്. അതോട് ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഈ വേദിയിൽ എത്തിച്ചേരും. വെട്ടിത്തുറന്ന് പറയാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ധാരാളം സമയം ആവശ്യമാണ്. നാമൊക്കെ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും മനസ്സിലാക്കിയ വിഘടിത വിഭാഗത്തിന്റെ അടിവേര് പോലും മനസ്സിലാക്കി അതിന്റെ മർമ്മം തൊട്ടുകൊണ്ട് ചാട്ടുളി പോലെ ചില പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിന്റെ ഉടനീളം വേദികളിൽ, സമീപ സംസ്ഥാനങ്ങളിലെയും ഒട്ടേറെ വേദികളിൽ കാന്തപുരം വിഭാഗത്തിന്റെ കാപട്യമുഖം പിച്ചു ചീന്തിക്കൊണ്ടാണ് പെട്ടെന്ന് തന്റെ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഭീഷണികളും എതിർപ്പുകളും ഉണ്ടായിട്ടും ഒരൊറ്റയാൻ പട്ടാളം പോലെ എല്ലാം നെഞ്ചുപിരിച്ചുകൊണ്ട് നേരിടാനുള്ള കരുത്തോടുകൂടി പണത്തിന്റെയും പ്രതാപത്തിന്റെയും സകലമാന വെച്ചുനീട്ടലുകളും തണവൽ കളിച്ചുകൊണ്ട് മഹാനായ കണ്ണീത്തുസ്താദിന്റെയും ശംസുലുലമയുടെയും പാതയിലും പാണ്ഡാവിലും തുടർന്നുകൊണ്ട് ജീവിക്കാനും അതിനുവേണ്ടി തന്റെ തൂലികയും തന്റെ നാവും പടവാളായി ചെലവഴിക്കാനും പ്രിയപ്പെട്ട മുഹമ്മദ് രാമന്തളി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ അത്രയും പടച്ച തമ്പുരാൻ സ്വീകരിക്കുകയും അതിന് അല്ലാഹു അദ്ദേഹത്തിന് താക്കത്തും ഖുവ്വത്തും തൗഫീഖും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയുമാണ്. ഞാനൊരു വിശദീകരണ പ്രസംഗം ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ ഇവിടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാനന്തരത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരാമെന്ന് ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ജില്ലാ ഉപാധ്യക്ഷനുമായ സുദ്ദീഖ് അസ്ഹരിക്ക് വാക്കുകൊടുത്തെങ്കിലും ഞാനും രാമന്തളിയും കണ്ണൂർ ജില്ലാ SYSന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവിടെ നിന്നുകൊണ്ട് പുറപ്പെടാൻ അല്പം വൈകിയതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാതെ പോയത് എന്ന ഖേദം അറിയിക്കുകയാണ്. എങ്കിലും ഈ നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ വന്നപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്.
ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മച്ചമ്പാട് ശാഖ SKSSFന്റെ സമ്മേളനമാണ് ഇതെങ്കിൽ SYSന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം കാസർകോട്ട് എങ്ങനെയുണ്ടാകും? കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് SYSന്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ പറഞ്ഞത് തന്നെയാണ് അതും. ഇത് ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലെ പ്രഖ്യാപന സമ്മേളനമാണെങ്കിൽ, ഇത് ഉദ്ഘാടനമെങ്കിൽ ഇതിന്റെ സമാപന സമ്മേളനം കേരളത്തിൽ എവിടെ വെച്ചുകൊണ്ട് നടത്തും എന്ന് അദ്ദേഹം ചോദിച്ചു. അത് സമസ്തയുടെ സംഘശക്തിയാണ് വിളിച്ചറിയിക്കുന്നത്. അത്രമാത്രം കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും പ്രചുര പ്രചാരം ശ്രദ്ധിച്ചുകൊണ്ട് ഏറെ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തിൽ നിലകൊള്ളുകയും അതിനുവേണ്ടി പറയുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നത് പടച്ച തമ്പുരാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് നമ്മൾ സന്തോഷിക്കുമ്പോൾ അതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പ്രിയപ്പെട്ട രാമന്തളിയെ പോലുള്ളവർ വ്യാകുലപ്പെടുകയാണ്. പക്ഷെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് കടന്നുവരിക എന്ന് പറയുന്നതിൽ അഭിമാനത്തോടുകൂടിയാണ് നമുക്കെല്ലാവർക്കും അത്തരക്കാരെ, ആ ബഹുമാന്യ പണ്ഡിതന്മാരെ, നിലപാട് വ്യക്തമാക്കുന്ന ആളുകളെ സ്വീകരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ചോറുമല്ല കഞ്ഞിയുമല്ല ചൊറിഞ്ഞി എന്ന കൂട്ടത്തിൽ കാപട്യം സ്വീകരിച്ചുകൊണ്ട് വന്നോ വന്നില്ലേ എന്ന് സ്വന്തം പോലും അറിയാത്ത ചില കപടന്മാരെ നമ്മൾ തിരസ്കരിക്കുകയാണ്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംസാരമേ ഇല്ല. നിലപാടേതെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അതാണ് ഒരു മുഅ്മിന്റെ ഏറ്റവും വലിയ യോഗ്യത. അതുണ്ടാകും, അതുണ്ടാവണം. അതുണ്ടെങ്കിലേ ഈ സമൂഹത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ബിന്ദുവായി നമുക്കൊക്കെ ഒട്ടിച്ചേരാൻ സാധിക്കുകയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നാളിതുവരെയായി അനുവർത്തിച്ചു വരുന്ന സകലമാന മേഖലകളും സകലമാന സംഗതികളിലും പോലും ഏൽപ്പിക്കപ്പെട്ട പ്രസ്താവനയും നിലപാടും ഈ സമൂഹത്തിന് കൊടുത്തിട്ടില്ല. മുടിയാട്ടം തുടങ്ങിയ കാന്തപുരത്തിന്റെ നിലപാടുകളെ സമസ്ത ഒറ്റയ്ക്ക് പുച്ഛിച്ച് തള്ളിയിട്ടില്ല. പകരം ബിസിനസ് കരുപിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മുടിയെ സമസ്ത പെട്ടെന്ന് അവഗണിക്കുകയോ അത് കാപട്യമാണെന്നോ വ്യാജമാണ് എന്നോ പ്രസ്താവന കൊടുക്കുകയോ ചെയ്തിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത്, ആ മുടി ഏതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് കൊണ്ടുവന്നവർ പറയുന്നത്, അതിന്റെ ബോധ്യപ്പെട്ട തെളിവുകൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തവരാണവർ. അവർക്ക് ബോധ്യപ്പെട്ടതായി അവരും പറയുന്നില്ല. അതുകൊണ്ട് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നത് വരെ പൊതുസമൂഹം അതിൽ വഞ്ചിതരാകരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഒരു പക്വതയുള്ള പ്രസ്ഥാനത്തിന്റെ നിലപാട്. കാന്തപുരം വിഭാഗം കൊണ്ടുവന്നു അല്ലെങ്കിൽ കാന്തപുരം കൊണ്ടുവന്നു എന്നതുകൊണ്ട് അതിനെ എതിർക്കുക എന്നത് സമസ്തയുടെ ശൈലിയല്ല. അത് കാന്തപുരത്തിനും കിട്ടാൻ സാധ്യതയുണ്ടാകാം. അത് ഒരു മുഹാലായ കാര്യമല്ല, ഒരു അസംഭവ്യ വസ്തുതയല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് കിട്ടിയേക്കാം. അതുകൊണ്ട് അതിനെ എതിർക്കാൻ സമസ്ത പോയിട്ടില്ല. ഇത് സമസ്തയുടെ ഏതേത് കാര്യങ്ങളിലും അവലംബിച്ചു വരുന്ന സംഗതിയാണ്. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേരളീയ ഉമ്മത്തിന്റെ മുമ്പിലും ഇന്ത്യ രാജ്യത്ത് സമസ്തക്ക് എവിടെയൊക്കെ വേരോട്ടമുണ്ടോ അവിടെയൊക്കെയും വിദേശത്ത് എവിടെയൊക്കെ തന്നെ അതിന്റെ കേന്ദ്രങ്ങളുണ്ടോ അവിടെയൊക്കെയും ബഹുമാനപ്പെട്ട സമസ്തയെ ഈ ആബാലവൃദ്ധം ജനങ്ങൾ സമ്മതിക്കാനും അംഗീകരിക്കാനും പിന്തുണക്കാനുമുള്ള കാരണം ഈ കുറ്റമറ്റ രീതിയിൽ സമസ്ത നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ്. 86 കാല സമര സനാവെങ്കിൽ 15 നൂറ്റാണ്ട് സമസ്തയുടെ ആശയത്തിന്റെ പഴക്കത്തിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിനെ പ്രാവർത്തികമാക്കി പ്രവൃത്തിപരത്തിൽ കാണിച്ചു തന്നു.
ഖുർആനും സുന്നത്തും ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്താണിയായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ഗമിച്ചു. പ്രവാചകരെയും വിശുദ്ധ ഖുർആനെയും ഫോട്ടോസ്റ്റാറ്റ് പോലെ പകർത്തിക്കൊണ്ട് ജീവിച്ച ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നു. ആ സ്വഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് താബികളും തബൗ താബികളിലും ഇസ്ലാമിന്റെ സഞ്ചാരപഥം അതിന്റെ നാൾവഴികളിലൂടെ കലർപ്പില്ലാതെ കൂട്ടിച്ചേർക്കലുകളില്ലാതെ വെട്ടിത്തിരുത്തലുകളില്ലാതെ അപങ്കുരം അതിശക്തമായി നമ്മിലേക്ക് എത്തപ്പെട്ടതാണ്. ആ ദീനുൽ ഇസ്ലാമിനെ ഒരു സംഘടനാ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയമാവലിന്റെ വൃത്തത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം എന്ന നില മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളൂ. സമസ്ത സ്വന്തമായി ഒരാശയത്തെ പറയുന്ന പ്രസ്ഥാനമല്ല, പറയില്ല, പറയേണ്ടതുമില്ല. കാരണം സമസ്ത ഒരു സംഘടന ഉണ്ടാക്കിയെങ്കിലും ഒരാദർശം സമസ്ത ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹുവാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സന്ദേശവാഹകൻ. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമാണം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. അല്ലാഹു അനാദിയെങ്കിൽ ഖുർആനും അനാദിയാണ്. അല്ലാഹു അനന്ത്യവാനാണെങ്കിൽ വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആലയുടെ വിശുദ്ധ ഖുർആനെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ മുത്തുനബി ജീവിച്ച് കാണിച്ചു തന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. സ്വന്തമായി ഒന്നും പറയാതെ പടച്ച റബ്ബിന്റെ വഹീ മുഖേന മാത്രം ഉച്ചരിക്കുന്ന പ്രിയപ്പെട്ട മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും വഹീ തന്നെയാണ്. ഖുർആൻ വഹീയാണ്, തിരുനബിയുടെ കാഴ്ചപ്പാടും വഹീയാണ്. അതൊക്കെയും അല്ലാഹുവിന്റേതാണ്. അല്ലാഹു തആലയുടെ ദർശനമാകുന്ന വിശുദ്ധ ഇസ്ലാം, അതിന്റെ പരിപ്രേക്ഷ്യമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതിന്റെ സമവാക്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആശയപരമായ സമസ്ത അനാദിയായ പഴക്കമുള്ള വിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിനെ വിഭാവനം ചെയ്യുന്നുവെങ്കിൽ അത് കേരളക്കരയിലേക്ക് പരിചയപ്പെട്ട് വന്നത് 15 നൂറ്റാണ്ട് കാലഘട്ടത്തിന്റെ പഴക്കത്തിലാണെങ്കിൽ അത് തന്നെയാണ് ഇന്നും സമസ്തയുടെ ആശയം. അത് തന്നെയാണ് ഖിയാമത്ത് നാൾ വരെ സമസ്ത തുടരേണ്ടതും. അതുകൊണ്ടാണ് സമസ്ത തിരുത്തൽ ഒരിക്കലും സ്വീകരിക്കേണ്ടാത്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകളിൽ ഒരിക്കലും കലർപ്പ് ലഭിക്കപ്പെടാത്തത്. പക്ഷേ മനുഷ്യപരമായ നിർമ്മിതമായ ചില സംഹിതകൾക്ക് വ്യത്യാസങ്ങളുണ്ടാകുമെങ്കിലും ബഹുമാനപ്പെട്ട മഹത്ത ഇസ്ലാം മതത്തെ പ്രചരിപ്പിക്കുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതുകൊണ്ട് ആ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇജ്മാ ഒരു തീരുമാനം മുശാവറ എടുക്കുമ്പോൾ പടച്ച തമ്പുരാൻ തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുമെന്നതുകൊണ്ടാണ് അബദ്ധങ്ങൾ സമസ്തയുടെ ഉലമാക്കൾക്ക് പിണയാത്തത്. അതുകൊണ്ടാണ് എടുത്ത തീരുമാനത്തിൽ കൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാകാകുന്ന സൃഷ്ടികൾക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടാൻ അല്പം താമസമുണ്ടായാലും പടച്ച റബ്ബ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സംഗതികൾ പറയുന്ന സമയത്ത് അതിൽ പക്വതയാർന്ന തീരുമാനമുണ്ടാകുന്നത്. ഈ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേരളീയ ഉമ്മത്തിന്റെ മുമ്പിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മറ്റേതൊരു പ്രസ്ഥാനത്തെക്കാളും സർവാംഗീകൃതമായി സമൂഹം അംഗീകരിക്കാൻ കാരണമാകുന്നത്. കഴിഞ്ഞ ചെറിയ പെരുന്നാളല്ല, അതിന്റെ മുമ്പത്തെ ചെറിയ പെരുന്നാൾ പരിശുദ്ധമായ ഈദുൽ ഫിത്തർ എന്നായിരിക്കുമെന്ന് ഏകദേശം കേരളത്തിലെ സലഫി സംഘടനകൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ പറയാൻ അവർ പേടിച്ചു. പണ്ടൊക്കെ മുജാഹിദുകൾ കണക്ക് കൂട്ടി കാലെ കൂട്ടി പറയുമായിരുന്നു, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പെരുന്നാളാണ്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായി നെടുമത്തുകാർ അത് പറയാറില്ല, പറഞ്ഞാൽ ജനം അംഗീകരിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാരും ഒരിക്കൽ മാസം സ്വന്തം കണ്ട് ഉറപ്പിച്ചു നോക്കി. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ അത് ഉറച്ചില്ല. അയാളെ പറഞ്ഞു നാളെ പെരുന്നാളാണ്. അങ്ങനെ പെരുന്നാളാണെന്ന് പറഞ്ഞപ്പോ പിറ്റേന്ന് ആരൊക്കെ പെരുന്നാൾ കടിച്ചു എന്ന് കൂട്ടിനോക്കിയ സന്ദർഭത്തിൽ ഉള്ള ചോറും ചക്കയിലൊട്ടി. ഉണ്ടായിരുന്ന അണികൾ പോലും തന്റെ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി സുപ്രയോളം മാനത്ത് പ്രത്യക്ഷപ്പെട്ട മാസം എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ ഉറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ പറഞ്ഞ സമൂഹത്തിൽ അങ്ങ് ഉറക്കില്ല. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ തൊട്ട് മുമ്പത്തെ ചെറിയ പെരുന്നാൾ സലഫികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളാകാൻ സാധ്യതയുണ്ട്.
അങ്ങനെ തന്നെ മാസം കാണുമെന്ന് അവർ ഉറപ്പിച്ചതാണ്. പക്ഷെ കണ്ടിട്ടല്ലാതെ അവർ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പുകിലുകൾ നേരത്തെ അവർ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു മാസം കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാത്തിരുന്നു. മാസം കണ്ടതായി എടിയങ്ങരയിലെ രണ്ടാളുകൾ നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞപ്പോ സലഫികൾ അവരച്ചു, നിങ്ങൾ ഇതിന് ആരോടും പറയണ്ട, നമുക്കിതൊരു ക്രെഡിറ്റ് ആക്കി മാറ്റാം. രണ്ട് കണ്ട ആളുകൾ നേരെ മർക്കസുദ്ദേവ എന്ന മുജാഹിദ് സെന്ററിൽ കൊണ്ടുപോയി ഡോക്ടർ ഹുസൈൻ മടവൂരിനെ അവതരിപ്പിച്ചു. ഹുസൈൻ മടവൂരിന് മുമ്പിൽ ഇവരെ അവതരിപ്പിച്ചു. ഇതാ ഇവരെ നമ്മുടെ ആളുകളാണ്, നമ്മോട് യോജിക്കുന്ന ആളുകളാണ്. ഇവർ മാസം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് പെരുന്നാൾ ഉറപ്പിക്കുന്നത് നിങ്ങളായിരിക്കണം. അതുകൊണ്ട് നമ്മൾ പെരുന്നാൾ ഉറപ്പിച്ചിട്ട് മതി മറ്റുള്ള ആരും ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യം പെരുന്നാൾ ഉറപ്പിച്ചു എന്ന് പറയുന്ന ക്രെഡിറ്റും അഭിമാനവും നമുക്ക് കിട്ടും. അത് അങ്ങക്ക് കിട്ടട്ടെ, നമ്മുടെ സംഘടനയ്ക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സലഫി പ്രവർത്തകർ ഹുസൈൻ മടവൂരിന് മുമ്പിൽ ഈ രണ്ടുകളെ അടുപ്പിച്ചു. നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് പോലും ചോദിക്കാതെ ഹുസൈൻ മടവൂർ പറഞ്ഞു, നിങ്ങൾ കണ്ടോ? അതെ എന്ന് പറഞ്ഞപ്പോൾ ഇനി നിങ്ങളിത് പറയുന്നത് ഇവിടെ നിന്നാകണ്ട, കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞോളൂ. അവിടെ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉറപ്പിച്ചാൽ മാത്രമേ കേരളത്തിൽ പെരുന്നാളാകൂ. അദ്ദേഹം ചെറുശ്ശേരി ഉസ്താദിനെ ബന്ധപ്പെടും, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ബന്ധപ്പെടും. സമസ്തയുടെ പണ്ഡിതന്മാരും സമസ്തയുടെ കാളിമാരും ഉറപ്പിക്കാതെ പെരുന്നാളാകില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്ന് വേറെ സമയം ചെലവഴിക്കണ്ട, അവർ ഉറപ്പിക്കട്ടെ, എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞോളാം എന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞു തിരിച്ചയച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ബഹുമാനപ്പെട്ട കോഴിക്കോട് കളിയുടെ മുമ്പാകെ വന്നുകൊണ്ട് അവർ പറഞ്ഞു, കാലി വിസ്തരിച്ചു ബോധ്യപ്പെട്ടു, മാസം അവർ കണ്ടിട്ടുണ്ടെന്നു. ബഹുമാനപ്പെട്ട കാലി ചെറുശ്ശേരി ഉസ്താദിനെയും പാണക്കാട് തങ്ങളെയും ബന്ധപ്പെട്ടു, അവർ സമ്മതം കൊടുത്തു. അങ്ങനെ പെരുന്നാൾ ഉറപ്പിച്ചു പാണക്കാട് തങ്ങൾ ആദ്യം, പിന്നെ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ്, പിന്നെ കോഴിക്കോട് കാളി, പിന്നെയാണ് സകലമാണ് ഹിലാല് ബലാല് കമ്മിറ്റിയും സകലമാണ് എല്ലാ ഇടങ്ങേറും ഉറപ്പിച്ചത്. അതുവരെ ആരും ഉറപ്പിക്കാൻ തയ്യാറായില്ല. ഞാനിതൊരു ചെറിയ കാര്യമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. കേരള മുസ്ലിമീങ്ങളുടെ ആധികാരിക പ്രസ്ഥാനം സമസ്തയാണ്. അതൊരു പെരുന്നാൾ ഉറപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും സമസ്ത പറയണം. അത് പറയാതെ കേരളക്കരയിൽ മുസ്ലിം സമുദായം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ലല്ലോ. ഈ തീരുമാനവുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോകുമ്പോ അതിന് വിരുദ്ധമായി കടന്നു വരുന്ന ആളുകളൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില പോരാട്ടമെങ്കിൽ അതിനധികം ആയുസ്സുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പല്ലേ? ഇവിടെ നമുക്ക് ഏത് കാര്യത്തിലാണ് ഇത് ബോധ്യപ്പെടാതെ പോകുന്നത്? കേരളത്തിലെ സലഫികൾക്ക് വേരോട്ടമില്ല, കാണ്ടപരാധികൾക്ക് തീരെയില്ല, ജമാഅത്തുകാർക്ക് അത്രയുമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്നത് സമസ്തയാണ്. 9532 എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഏതോ ആവട്ടെ, 9500ഓളം മദ്രസകൾ സമസ്തക്കുണ്ടല്ലോ. രണ്ടാം സ്ഥാനത്ത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ് 1500, മൂന്നാം സ്ഥാനത്ത് കാന്തപുരം 1200. ലോഡ്ജിന് നമ്പറിട്ട പോലെ എണ്ണണ്ട, മര്യാദക്ക് ഒന്ന് തൊട്ടെണ്ണിയാൽ അത്രയേ ഉള്ളൂ. പിന്നെയാകുന്നു നദമത്തുൽ മുജാഹിദീൻ, അവരുടെ മദ്രസകളുടെ ഔദ്യോഗിക മുജാഹിദിന്റെ മദ്രസയുടെ എണ്ണം 360 ഒരു 20. പിന്നെ ജമാഅത്തെ ഇസ്ലാമി 5. ഇവരെല്ലാം കൂടി ഒന്നിച്ചു നിന്നാണ് സമസ്തന്റെ ഒന്നുമില്ല. 12 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ കൃത്യമായി മതബോധം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മതബോധം കൃത്യമായി കൊടുക്കുന്ന വ്യവസ്ഥാപിത മാർഗം അവലംബിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്തയെ കേരളക്കരയിലെ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങളെ പറയേണ്ടതുള്ളൂ. ഈ സമസ്തയാണ് മുടിയെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്, നിജസ്ഥിതി ബോധ്യപ്പെടുന്നത് വരെ വിശ്വസിക്കരുത്. നാളെ നിങ്ങൾ തള്ളിക്കളയണമെന്ന് പറഞ്ഞിട്ടില്ല, മുടിയാട്ടം അവസാനിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. സമസ്തയെ അംഗീകരിക്കുന്ന ജനാവലിയോട് പറഞ്ഞു, നിജസ്ഥിതി ബോധ്യപ്പെടുന്നത് വരെ നിങ്ങളത് അവലംബിക്കണ്ട, ആ മുടിയിട്ട വെള്ളം കുടിക്കണ്ട എന്ന്.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ബഹുമാനപ്പെട്ട സാദിഖ് ഫൈസി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? സാദിഖ് ഫൈസി DC ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാസർഗോഡ് നമുക്ക് നല്ലൊരു ലൈവ് ഉച്ചമ്പാടി എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട സാദിഖ് ഫൈസിയുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ജിദ്ദയില് മഗ്‌രിബ് കൊടുക്കാനായിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട സാദിഖ് ഫൈസി വന്നാൽ ഉടനെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആഫിയത്തുൽ ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ KCR നമുക്ക് ലൈവ് എത്തിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ജോലിയും സമ്പത്തിലും എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട നാസിർ ഫൈസി കൂടത്തായി വിഘടിത കോമരങ്ങളുടെ പേടി സ്വപ്നമായ ബഹുമാനപ്പെട്ട നാസിർ ഫൈസി കൂടത്തായി ആയിരുന്നു മൈക്കേൽ. ഇൻഷാ അല്ലാഹ് തുടർന്നും ആ ലൈവ് നമുക്ക് ഉടനെ എത്തും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സാദിഖ് ഫൈസി വന്നാൽ ഉടനെ റൈസ് ഹാൻഡ് ചെയ്യുക. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? MK സാദിഖ് ഫൈസി ഒന്ന് വിളിച്ചേണ്ടി വരോ? പുറത്ത് ഇൻഷാ അല്ലാഹ് ഉടനെ വരുമെന്ന് കരുതുന്നു ഇൻഷാ അല്ലാഹ്. സാദിഖ് ഫൈസി ആണോ? ഓക്കെ, ഇൻഷാ അല്ലാഹ് ഉടനെ വരും. പിന്നെ വന്നാൽ ഉടനെ റൈസ് ഹാൻഡ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ഡോട്ട് മാറ്റാനേ, എനിക്കൊക്കെ ഡോട്ട് വെറുതെ കിട്ടിയൊന്നുമല്ല, അതൊന്നും ആലോചിച്ചിട്ടേ മാറ്റുള്ളൂ. വെറുതെ KCR ആർക്കും വെറുതെ ഡോട്ടിട്ടില്ല, ഒരാൾക്കും വെറുതെ ഡോട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് ആലോചിക്കണം. പിന്നെ ആരാണ്ട് ഡോട്ടിട്ടൊക്കെ നോക്കണം. ബഹുമാനപ്പെട്ട 100 ഫേസ് ഇട്ട ഡോട്ടാണ് ഒരിക്കലും മാറ്റില്ല, ഒരിക്കലും മാറ്റില്ല. കാരണം 100 ഫേസ് ഒരാൾക്കും ഡോട്ട് ഇടില്ല. ഇടുകയാണെങ്കിൽ അത്രയും ഗതി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ മാറ്റില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറെ ദിവസമായി ഉസ്താദ്, അപ്പൊ നിങ്ങള് പുറത്ത് പോകുമ്പോഴേ പിന്നെ ഡോട്ടില് ഓൾ ഡോട്ടിലെ സമയത്ത് പുറത്ത് പോയിട്ട് കാരണം ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് ഇതാക്കിയിട്ട് മാറ്റിയാൽ ഇൻഷാ അല്ലാഹ്. നമ്മളെ KCR അങ്ങനെ ആർക്കും ഡോട്ടൊന്നും വേണ്ട. നമ്മുടെ ഇല്ല, അവരെയൊക്കെ കേൾക്കട്ടെ. കാരണം അവരൊക്കെ ആർക്കെങ്കിലും ഇപ്പൊ നമ്മളെ ജിഷാൻ മാഹി, മുഹമ്മദ് യാമന്തലി, ഇവരൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികളും വളരെ വീറും മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട MK സിദ്ദീഖ് ഫൈസി എത്തിയിട്ടുണ്ട്. സിദ്ദീഖ് ഫൈസി റെഡി ആണല്ലേ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് ഫൈസിക്ക് വേണ്ടി മൈക്ക് റിച്ചാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ സമ്മേളനത്തിന്റെ ചിത്രം സകല പത്രങ്ങളിലും വന്നു. ഈ ചിത്രം കാന്തപുരം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അടർത്തി എടുത്തിട്ട് മർക്കസിന്റെ ബുക്കിലെറ്റിൽ ഇറക്കി. കാന്തപുരം പറഞ്ഞു, കാന്തപുരത്തിന്റെ അടിക്കുറിപ്പിൽ എഴുതി മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ലക്ഷ്യങ്ങൾ എന്ന്. സമ്മേളനത്തിന്റെ ഫോട്ടോ ഏതാ? കോഴിക്കോട് സമസ്തയുടെ 60ാം വാർഷികം. പരിപാടി ഏതാ? കാന്തപുരത്തിന്റെ മർക്കസ്. ഈ രൂപത്തിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചപ്പോ ആ ഫോട്ടോയിൽ നിന്നുകൊണ്ട് കടല് മുറിച്ചു മാറ്റാൻ കാന്തപുരത്തോട് മറന്നുപോയി. ബഹുമാനപ്പെട്ട നാട്ടികവി മൂസ മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകൾ കോഴിക്കോട്ട് വെച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടും ചോദിച്ചു കാന്തപുരത്തോട്, അല്ല AP, എന്ന മർക്കസ് കടപ്പുറത്തേക്ക് ചെന്നത്? അതല്ല അറബിക്കടൽ എന്ന കാരന്തൂരിലേക്ക് വന്നത്? രണ്ടിലൊന്നൊക്കാതെ ഈ പണി നടക്കൂലല്ലോ. കാന്തപുരത്തിന് മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോ വേറൊരു ലഘുലേഖ ഗൾഫ് നാട്ടിലൊക്കെ ഓരോ മാസവും 3000 അമുസ്ലിമീങ്ങൾ മർക്കസ് മുഖേന ഇസ്ലാമിലേക്ക് വരുന്നു. 1ഉം 2ഉം അല്ല, 3000 ഓരോ മാസത്തിലും. കേരളത്തിൽ ഇസ്ലാമിലേക്ക് വരാൻ അധികാരപ്പെട്ട ആധികാരികമായ 2 സഭകൾ മാത്രമേ ഉള്ളൂ. പൊന്നാനി മഅ്മുനത്തുൽ ഇസ്ലാം സഭ, മറ്റൊന്ന് തർബിയത്തുൽ ഇസ്ലാം സഭ. ഇത് രണ്ടിനെ അധികാരമുള്ളൂ. രണ്ടും നിയന്ത്രിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളും പാണക്കാട് സംഘന്മാരുമാണ്. മർക്കസ് വഴി ഒരൊറ്റ കുട്ടി പോലും ഇന്നേ വരെ മറുപടി മാസത്തിൽ 3000 ആള് വരുന്നുണ്ട്. നസാക്കൾ, യഹൂദികൾ ഈ അടങ്ങുന്ന കൊണ്ട് വരും എന്നാണ് ലഘുലേഖയിൽ പറയുന്നത്. ഇത് കണ്ട് പൊക്കിപ്പിടിച്ചു ചോദ്യം, അല്ല AP, മാസത്തിൽ 3000 ആള് മർക്കസിൽ വഴി ഇസ്ലാമിലേക്ക് വരുന്നെങ്കിൽ ചേലാകർമ്മം, സുന്നത്ത് കർമ്മം നിർവഹിക്കാൻ നിങ്ങൾ ഏത് യന്ത്രമാ ഫിറ്റ് ചെയ്തത്? പെട്ടെന്ന് പരിപാടി നടക്കണമല്ലോ. മർമ്മം കലർത്തിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട നാട്ടികസാദിന്റെ ചോദ്യം കാന്തപുരത്തിന്റെ മർമ്മത്തിൽ തൊട്ടു. മറുപടി പറയാൻ ഒയന്നു കാന്തപുരം, കൊടുക്കാൻ സാധിച്ചില്ല. തട്ടിപ്പാണ് അന്നേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തട്ടിപ്പിന്റെ നീണ്ട മാല പടക്കമാണ് കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയതൊക്കെയും ബഹുമാനപ്പെട്ട രാമന്തളി ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ തട്ടിപ്പും അയാൾ നടത്തിയിട്ടുണ്ടല്ലോ. സമ്പത്തുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. നമ്മുടെ പാഠപുസ്തകത്തെപ്പറ്റി പറഞ്ഞതെന്താ? നമ്മുടെ പാഠപുസ്തകം സമസ്ത ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം. ആ പാഠപുസ്തകത്തിൽ നമ്മളൊക്കെ ആദ്യം പഠിക്കുന്ന സമയത്ത് അറ എന്നാണ് ആദ്യത്തെ പാഠം, പിന്നെ ഇറ, പിന്നെ ഉറ. ഇതേപ്പറ്റി പരസ്യമായി ഇവർ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞു, അറ പഠിപ്പിക്കാൻ പറ്റൂല, അറ പഠിച്ചാൽ ആളുകൾക്ക് മണിയറ ഓർമ്മ, അത് അഖിലം. പിന്നെ പറഞ്ഞു ശബ്ദത്തിൽ ഓർമ്മ, അത് അതിനേക്കാൾ വലിയ അശ്ലീലമാണ്. നമ്മൾ ഇന്ന് വരെ പഠിച്ചിട്ട് അമ്മാതിരി ഉറയും അറയുമൊന്നും നമുക്ക് ഓർമ്മ വന്നിട്ടില്ല. നമുക്ക് ഓർമ്മ വന്നതെന്തോ അത് നമ്മൾ അനുഷ്ഠിക്കുന്നുമുണ്ട്. തിരിച്ചു പഠിച്ചവർക്ക് ഓർമ്മ വരുന്നതെന്തോ അത് അവരും അനുഷ്ഠിക്കുന്നുണ്ടാവാം. സമസ്ത കേരള ജംഇയ്യത്തുൽ വൃത്തികേടിനെ അവലംബിക്കുകയില്ല. എന്നാൽ ഈ പാഠപുസ്തകത്തെ പരസ്യമായി കൊണ്ട് തള്ളി പറഞ്ഞവർ ആ പാഠപുസ്തകം ശിവകാശി പ്രസിദ്ധീകരണം കൊണ്ട് കട്ടു, എന്നിട്ട് വേറെ പ്രസിൽ കൊണ്ടുപോയി അടിച്ചു വിറ്റ് പൈസ ഉണ്ടാക്കി. ഈ പാഠപുസ്തകം പറ്റൂല പഠിപ്പിക്കാനെന്ന് പറഞ്ഞു. സമസ്ത ജംഇയ്യത്തുൽ ഉലമ കാന്തപുരത്തിനെതിരെ കൊടുത്ത ഒരേ ഒരു കേസ് മാത്രമേ ഉള്ളൂ പാഠപുസ്തക കട്ടപേരിൽ. ചെലവടക്കം സമസ്തക്ക് അനുകൂലമായി കൊണ്ട് വിധി പറഞ്ഞു. കോടതി ചെലവ് പോലെ സമസ്തക്ക് കാന്തപുരം തരേണ്ടി വന്നു. 12 കേസ് സമസ്തക്കെതിരെ കാന്തപുരം കൊടുത്തു. ഒരൊറ്റ കേസിലും കാന്തപുരം ജയിച്ചിട്ടില്ല. എല്ലാ കേസിലും സമസ്തയെ വിജയിച്ചിട്ടുള്ളൂ. ഇനി നാളെ കോടതിയിലേക്കാണ് പേരോട് മാറ്റിവെച്ചത് കേസിന്റെ വിധി പറഞ്ഞപ്പോ. പണ്ട് ഇത് ഭൗതിക കോടതിയെ കൂട്ടരെ നാളെ ആത്മീയ കോടതിയിൽ വെച്ചുകൊണ്ട് കാണാം. തോണി മറഞ്ഞാ പിന്നെ പുറമാ നല്ലത് എന്ന് നാടൻ ചൊല്ലുണ്ട്. പേരോട് പറയുന്നു, എന്തിനാ പിന്നെ കേസ് കൊടുത്തത്? ഞങ്ങൾ കൊടുത്ത കേസാണോ? സമസ്ത കാന്തപുരത്തിനെതിരെ ഈ കാര്യത്തിൽ കേസ് കൊടുത്തിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സിദ്ദീഖ് ഫൈസിസ്ഥാന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് അദ്ദേഹം DC ആയിരിക്കാണ്. കാന്തപുരം വിഭാഗത്തിന്റെ തലക്ക് അടികൊള്ളുന്നത് പോലെ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പെട്ടെന്നാണ് DC ആയത്. ഇൻഷാ അല്ലാഹ് നെറ്റ് പ്രോബ്ലം ആയിരിക്കും എന്ന് കരുതുന്നു. ഏതായാലും മഹാനായ നാട്ടിക ഉസ്താദിന്റെ ഒരുപാട് ഭയങ്കര ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ പിന്നിൽ നടക്കാനാകാതെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറിച്ചായിരുന്നു മഹാനായ നസറുദ്ദീൻ ഫൈസി ഉസ്താദ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ഏതാനും വിഷയങ്ങൾക്ക് MK സിദ്ദീഖ് ഫൈസി ഉസ്താദ് തന്നെ മൈക്കിൽ വരും. അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കിൽ വരണം. അദ്ദേഹം അവിടുത്തെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും നാട്ടിലായതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം DC ആയി അല്ലേ? ഇൻഷാ അല്ലാഹ് ഏതായാലും ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം വീണ്ടും സിദ്ദീഖ് ഫൈസി ഉസ്താദ് വരും. മാത്രമല്ല ഇസ്മായിൽ സഖാഫി ഉസ്താദ് തോട്ടുമുക്കും, അതുപോലെ തന്നെ ഓക്കെ സിദ്ദീഖ് ഉസ്താദ് മൈക്കിൽ വെച്ചിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുൽ നൂർ 100 കോടി ആളുകളുടെ കൈ കൊണ്ട് തട്ടി. അത് കാന്തപുരത്തിന് എന്ത് ഹലാലായിരുന്നു ഞങ്ങൾക്കറിയാം. മാസം 1,00,000 രൂപക്ക് 5,000 ഉറുപ്പിക ലാഭം, അതാ പലിശ. ആ ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു. കുറച്ചാളുകൾക്കൊക്കെ 1-2 മാസം കൊടുത്തു. അങ്ങനെ ചിലർക്ക് കിട്ടിയെന്ന് കണ്ടപ്പോ ഇത് വലിയ പരിപാടിയാണല്ലോ എന്ന് മനസ്സിലാക്കി ചില ആളുകൾ ഒന്നിച്ചു കൊടുത്തു. 100 കോടിയും തന്റെ കയ്യിൽ കിട്ടിയെന്ന് കണ്ടപ്പോഴേക്ക് 100 മുങ്ങി. അവസാനം 100 ദുബൈയിൽ പൊങ്ങി. ഒടുക്കം അന്വേഷണ സംഘം ദുബൈയിലെത്തി. അബ്ദുൽ നൂറിനോട് ചോദിച്ചു, എന്താ ഇതിന്റെ കണക്ക്?
51 കോടിക്ക് അഡ്രസ് കാണിച്ചു കൊടുത്തു. 49 കോടിക്ക് ഒരു അഡ്രസ്. പഠിച്ച പണി 18 പറ്റിയിട്ട് അന്വേഷണ സംഘം ഇയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നത്? കേരളത്തിൽ തന്നെ മർക്കസിൽ കാന്തപുരത്തോട് ചോദിച്ചാൽ 49 കോടി കണ്ടെത്താമല്ലോ. എന്റെ കയ്യിലല്ല, അവിടെ ചോദിക്കുന്നു. അന്യം ബാധിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുൽ നൂർ നേരെ ഹൈദരാബാദിൽ വന്നു. എന്തിന് ഹൈദരാബാദിൽ വന്നു? ഹൈദരാബാദുമായുള്ള അയാളുടെ ബന്ധം എന്ത് എന്നൊക്കെ വേറെ ചില വിഷയമാണ്. ഇരിക്കട്ടെ, ഹൈദരാബാദിൽ അയാൾ വന്നു, പിന്നെ ബാംഗ്ലൂരിൽ വന്നു, പിന്നെ മർക്കസിൽ വന്നു. ഒരാഴ്ചയിലധികം അവിടെ താമസിച്ചു. മർക്കസിൽ താമസിച്ചപ്പോ അന്വേഷണ വിഭാഗം കാരണം സത്യമായിക്കൂടപ്പെട്ടു. അവർ 3 കാര്യത്തിൽ തീരുമാനമെടുത്തേ പറ്റൂ. 3-ൽ 1 സ്വീകരിക്കണം. അതുമല്ലെങ്കിൽ തിരൂർ കോടതിയിൽ നൂറിനെ കീഴടക്കി കോടതി റിമാൻഡ് ചെയ്തു. ഇന്ന് ജയിലറയിലാണ് അബ്ദുൽ നൂർ കിടക്കുന്നത്. ആ അബ്ദുൽ നൂറുമായുള്ള കാന്തപുരത്തിന്റെ ബന്ധം മാലോകർക്കൊക്കെ അറിയാം. കാന്തപുരത്തോട് ചോദിച്ചു, എന്താണ് അബ്ദുൽ നൂർ നിങ്ങളും തമ്മിലുള്ള ബന്ധം? കാന്തപുരത്തിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും കുറ്റിപ്പുറം എന്ന നാട് പോലും ഞാൻ അറിയില്ല. കാന്തപുരം ചോദിക്കുന്നു, അബ്ദുൽ നൂറോ? ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അയാളെ ഒരിക്കൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല. അബ്ദുൽ നൂർ എന്ന് പറയുന്നത് കാന്തപുരത്തിന്റെ അഖിലേന്ത്യാ ഓർഗനൈസറാണ്. കാന്തപുരമാവട്ടെ ആ സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ഇത്രേ ആ സംഘടനയ്ക്ക് സെറ്റപ്പുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 മലയാളികൾ തമ്മിൽ ഈ സംഘടനയിൽ ഒരിക്കൽ പോലും യോഗം ചേർന്നിട്ടില്ലാന്നോ? കാന്തപുരമാണ് അബ്ദുൽ നൂറിന്റെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനി നാട് മുറിച്ച് ആദ്യം ഉദ്ഘാടനം ചെയ്തത്. ആ അബ്ദുൽ നൂറുമായി കൊണ്ട് ഒട്ടേറെ ആഡംബര യാത്ര നടത്തിയതും തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ചില ചാനലുകൾ അത് സംപ്രേഷണം ചെയ്തതാനും. പോരാജിട്ടോ ഒട്ടേറെ പരിപാടികൾ അയാളുടെ കൂടെ പങ്കെടുത്തതിനും തെളിവുണ്ട്. എന്നിട്ട് പറയുന്നു അബ്ദുൽ നൂറിന് കാന്തപുരം അറിയില്ല. കാന്തപുരം അബ്ദുൽ നൂർ കാന്തപുരത്തിന്റെ ബിനാമിയർ. ഞങ്ങൾ പറയുന്നു അന്വേഷണ വിഭാഗം ഒന്ന് കൂലങ്കഷമായി അന്വേഷിച്ചാൽ 7 കോടി കട്ട സരിതയ്ക്ക് പിന്നാലെ പോകുന്ന പോലീസും റഡാറുകളും ക്യാമറകളും വെച്ച് പോകുന്ന ചാനലുകളും 100 കോടി കട്ട സാക്ഷാൽ അബ്ദുൽ നൂറിന്റെ പിറകെ ഒന്ന് പോയാൽ വൻ സ്രാവ് വേറെ ചില ആളുകളെ കണ്ടെത്താൻ സാധിക്കും. പണം കൊണ്ട് ഒതുക്കാൻ പറ്റാത്ത പല തെളിവുകളും അതിന്റെ മുമ്പിൽ മുഴച്ചു നിൽക്കും. അന്വേഷിക്കട്ടെ. ഞങ്ങളതാ പറയുന്നത്. ഇതുപോലുള്ള നിരവധി തട്ടിപ്പുകളല്ലേ കാന്തപുരം നാളിതുവരെ സ്വീകരിച്ചു വന്നത്? സാമ്പത്തിക തട്ടിപ്പ്. പക്ഷെ അതൊക്കെ ഒരുപക്ഷെ സമൂഹം പുറത്തേക്കാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നാലെ നമ്മൾ കൂടുന്നത്. ആ രൂപത്തിൽ കാന്തപുരത്തിന്റെ നിരവധി ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് വന്നുകൊണ്ടേ ഏതേത് മേഖലയിലും അത് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വീകരണ പരിപാടികളൊക്കെ നമ്മൾ ഒരുക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ വമ്പിച്ച ബഹറിലേക്ക് ജനങ്ങൾ ഇനിയും വരട്ടെ. അത് വരും. അവസാനം കാന്തപുരം സ്വന്തം മകനും മകളെ കെട്ടിയ പുടിയാപ്പുറയുമായിക്കൊണ്ട് ഞാനും എന്റെ കെട്ടിയാലും ഒരു തട്ടാനും എന്ന് പണ്ടൊരു പെണ്ണ് പറഞ്ഞ പോലെ കാന്തപുരം ഒറ്റപ്പെടുന്ന കാലം അതിവിദൂരമല്ല. ഒരുപക്ഷെ കാന്തപുരത്തിന് ഈ ഭൂമി മലയാളം തന്നെ വിട്ടുപോകേണ്ടി വരും. ആ രൂപത്തിൽ അയാൾ ഒറ്റപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. അത്തരത്തിലാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചുകൊണ്ടും കാന്തപുരം ഈ തട്ടിപ്പ് നടത്തിയത്. ഇത്രത്തോളമാ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിൽ വല്ല അംഗീകാരം ഇദ്ദേഹത്തിനുണ്ടോ? ഞാനൊരു വ്യക്തിയെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, വസ്തുത അതാണല്ലോ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാദമുണ്ടായി നമ്മുടെ കേരളത്തിൽ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതാണല്ലോ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. സമസ്ത പറഞ്ഞു 18 വയസ്സ് വിവാഹപ്രായം എന്ന നിർബന്ധം ഒഴിവാക്കണം.
കാരണങ്ങൾ പലതാണ്. അതിന്റെ അർത്ഥം സമസ്ത 18 വയസ്സിന്റെ താഴോട്ടുള്ള പെൺകുട്ടികളെ കെട്ടിക്കാൻ പിന്നാലെ കൂടുന്നു എന്നതിനർത്ഥമല്ല. ആ അർത്ഥം ആര് മനസ്സിലാക്കുകയും വേണ്ട. സമസ്ത പറഞ്ഞതിന്റെ കൃത്യമായ നിലപാട് ഇതാണ്. വിദ്യാഭ്യാസത്തിന് സമസ്ത പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ചിലർ പറഞ്ഞു വിദ്യാഭ്യാസം മുരടിക്കും. പെൺകുട്ടികളെ 18 വയസ്സിന്റെ താഴ്ഭാഗത്ത് കെട്ടിച്ചാൽ, 17 16 വയസ്സിലോ കെട്ടിച്ചാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തകർന്നു പോകും, അവരുടെ ഭാവി മുരടിക്കും. ആ മുരടിക്കുമെന്ന ഭയവും ഭീതിയും 18 വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിക്കാൻ സമ്മതം കൊടുത്താലും ഉണ്ടാകുമല്ലോ. ആരാ പറഞ്ഞത് 18 വയസ്സിൽ പെൺകുട്ടികളുടെ വിവാഹം അവരുടെ പ്രായം അവസാനിക്കുമെന്ന്? അത് അവസാനിക്കുന്ന യാതൊരു മേഖലയും അതിലില്ല. 18 വയസ്സിലും വിവാഹപ്രായം നടന്നാൽ പോലും, വിവാഹം നടന്നാലും വിദ്യാഭ്യാസം എന്ന പദ്ധതി അവസാനിക്കുമെന്ന കാര്യം തീർച്ചയാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ മച്ചമ്പാടി CH നഗറിൽ ഇതാ ഒരു സൂര്യപ്രകാശ കിരണം ഉദിച്ചുയരുകയാണ്. ഭൗതിക ഭ്രമത്തിലും പര്യാഗത്തിലും അമറാതെ ആധീയതയുടെ വിശാല നഭോസ്ഥലകളിൽ പ്രവാസിച്ചു നിൽക്കുന്ന ജ്യോതിർഗോളം നിസ്വാർത്ഥതയുടെ പര്യായമായി ആത്മീയ വിപ്ലവത്തിന്റെ തേജപുഞ്ചമായി വിജ്ഞാന കൊടുമുടിയിൽ പരിലസിക്കുന്ന പണ്ഡിത കേസരി മുസ്ലിം കൈരളിയുടെ ആധികാരിക പരമോന്നത മത പണ്ഡിത പരമോന്നത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി SYS സെക്രട്ടറി ബഹുമാനപ്പെട്ട മംഗൽപാടി പൈവള്ളിക സംയുക്ത ജമാഅത്ത് കാളിയായി ചുമതലയേറ്റ ജാമിഉ ഷെയ്ഖ് പ്രൊഫസർ ഷെയ്ഖുന ആലുക്കുട്ടി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അനുജൻ ഇബ്രാഹിം ഫൈസി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. الحمدلله ألف مرة نحن ملؤومون مسرورون بحضور فخامة ضيفنا المحترم المبجل الوقور الذي ملك القلم واللسان العالم الفاضل الفرد الشامل شيخنا آلكتي مصليار أطول الله بقاءه وعزنا بتأييده ومد ظله العالي إن شاء الله فليتفضل مشكورا. പാണ്ഡിത്യത്തിന്റെ വൈദ്യൂര്യ പ്രഭ തന്റെ പ്രതിഭാവിലാസം കൊണ്ട് കൈരളിയുടെ മണൽത്തരി മുതൽ വിഷയോത്തര വേദികളിൽ പ്രോജ്വലിച്ചുയർന്ന പണ്ഡിതവര്യർ, തന്റെ ദിശനാ പാഠവം കൊണ്ട് നേതൃമണ്ഡപങ്ങളെ ജയിച്ചടക്കിയ കർമ്മയോഗി, അതുല്യ അക്ഷയ ഭാണ്ഡവത്തിന്റെ ചിറകുകളേന്തി ദേശാന്തരങ്ങളുടെ ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിസ്തവ സേവനത്തിന്റെ നിശബ്ദ വിപ്ലവം, പ്രൗഢമായ മികവ് കൊണ്ട് ആധികാരിക വിധിവിലക്കുകളിൽ സമുദായത്തിന്റെ അഭയകേന്ദ്രമായി ഉദയം കണ്ട കാസർഗോട്ടെ പൊൻപുലരി പൈവള്ളികെ മംഗൽപാടി സംയുക്ത ജമാഅത്ത് കാളിയായി ചുമതലയേറ്റ ജാമിഉ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പ്രൊഫസർ K ആലിക്കുട്ടി ഉസ്താദിന് സ്വീകരണ ചടങ്ങിനെ വ്യാപ്തി സാക്ഷിയാവുകയാണ്. സ്വീകരണം നൽകാൻ ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ ഡയറക്ടർ, സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക പ്രവർത്തന മേഖലയിലെ ഇടിമിന്നൽ, കർമ്മമണ്ഡപത്തിലെ സജീവ സാന്നിധ്യം ഇബ്രാഹിം ആജി സാഹിബിനെയും ഏറ്റുവാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട പണ്ഡിത പ്രതിഭാസം ആലിക്കുട്ടി ഉസ്താദിനെയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു, സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഇരുവർക്കും 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തുന്നു. അടുത്തതായി ശുഭ്രസാഗരങ്ങളെ സാക്ഷി നിർത്തി മറുപടി പ്രഭാഷണം നടത്താൻ വേണ്ടി പൈവളികെ സംയുക്ത ജമാഅത്ത് കാളിയായി ചുമതലയേറ്റ പാണ്ഡിത്യത്തിന്റെ വൈദ്യൂര്യ പ്രഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി SYS സെക്രട്ടറി ബഹുമാനപ്പെട്ട ജാമിഉ ഷെയ്ഖ് പ്രൊഫസർ K ആലിക്കുട്ടി ഉസ്താദിനെ പ്രസംഗപീഠത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു, സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പണ്ഡിത ശ്രേഷ്ഠൻ ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദ് അവറുകൾ, എന്റെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട നാസിർ ഫൈലി, സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയ ധാരാളം പണ്ഡിതന്മാർ, ഉമറാക്കൾ, സംഘടനയുടെ SKSF-ന്റെയും SOS-ന്റെയും നേതാക്കൾ, പ്രവർത്തകർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിൽ ആവശ്യമായി വന്നത്. സംഘടന രൂപീകരിക്കപ്പെട്ടു. സഹാബത്തിന്റെ കാലം മുതൽ യാതൊരു മാറ്റവും ഇല്ലാതെ നടന്നു വന്നിരുന്ന പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും എതിർക്കപ്പെടുന്ന ഒരവസരമുണ്ടായി. നമ്മുടെ കിതാബിനെ എതിർക്കപ്പെട്ടു, നമ്മുടെ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ എതിർക്കപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് സമസ്ത നിലവിൽ വന്നത്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുന്നിട്ടിറങ്ങി ഈ ലോക അവസാനിക്കുന്നതുവരെ സമുദായത്തിന് നേതൃത്വം നൽകാനുള്ള പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചു. മൗലിദിനെ സംബന്ധിച്ച് ലോകത്ത് മുഴുവനും ഇന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പ്രധാനമായ ഒരു കാര്യമായി അംഗീകരിച്ചിരിക്കുകയാണ്. വളരെ മുമ്പ് തുടങ്ങിവെച്ച ഇതിനെ എതിർക്കാനായി കുറച്ചാൾക്കാർ വന്നു. മൗലിദ് കിതാബിന് മാത്രമല്ല, നാം യഥാർത്ഥത്തിൽ ലോകത്തിൽ ചെയ്യപ്പെടുന്ന അംഗീകരിച്ചതാണ് എന്ന് പറഞ്ഞു. സഹീൽ ബുഖാരിനെ സംബന്ധിച്ച് നിസ്സു പൗതിയും കുറെ എടുക്കാനും കുറെ തള്ളാനും, ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടായപ്പോൾ അത് എതിർക്കപ്പെടണം, നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തണം എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അത് വലിയൊരു പ്രസ്ഥാനമായി, ലോകത്തെവിടെയുമില്ലാത്ത അത്ര വലിയ പ്രസ്ഥാനമായി ഉയർന്നു. ഒമ്പതിനായിരത്തിലേറെ മദ്രസകൾക്ക് നാം നേതൃത്വം നൽകുന്നു. SKSF-നും SOS-നും ധാരാളം ഇങ്ങത്തരൽ അങ്ങേത്തര വരെ കേരളത്തിന്റെ പുറത്തും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ അതിന്റെ പ്രവർത്തനവും നമ്മുടെ സഹോദരന്മാർ മുന്നേറും. ബഹുമാനപ്പെട്ട നവറല്ലാഹു മർക്കദ് നമ്മുടെ മാലിക്കുദ്ദീനാർ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ടു. നമ്മൾ അവിടെ ചേർന്നു. ആ പള്ളിയുടെ മുകൾ ഭാഗത്തിലാണ് സാധാരണ ഉണ്ടായിരുന്ന ആളുകളൊക്കെ താമസിച്ചത്, പണ്ഡിതന്മാരൊക്കെ താമസിച്ചതെന്നാ പറയപ്പെടുന്നത്. ഏതായാലും ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഊന്നുവടിയായ SOS അതിന്റെ ഒരു മഹാസമ്മേളനം അടുത്ത മാസം ഇവിടെ നടത്തുകയാണ്. അതായത് ഫെബ്രുവരി മാസം 14, 15, 16 ദിവസങ്ങളിൽ വളരെ വിപുലമായി നടത്തുകയാണ്. അത് നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്താനും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ആളുകളെ
കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ സഹായകമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരുമാറാവട്ടെ. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നാസർ ഫൈലി സംസാരിക്കുന്നതിനിടയിൽ 2 വാക്ക് പറയാൻ എന്നോട് നമ്മുടെ സഹോദരന്മാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം
തിരക്ക് അദ്ദേഹത്തിന് വർദ്ധിച്ചിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘനാളോളം നമ്മുടെ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തെ തൗഫീഖും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിർബന്ധിക്കരുത് എന്ന് പറയാനുള്ള കാരണം വിദ്യാഭ്യാസത്തെ തടയുന്നു എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം തടയപ്പെടണം എന്ന ഉദ്ദേശത്തിലുമല്ല. സമസ്ത ഒരിക്കലും വിദ്യാഭ്യാസത്തെ തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സമസ്തയാണ്. ഒരു കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വപരമായ പങ്ക് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിനുണ്ടായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിദ്യാഭ്യാസത്തെ എതിർക്കാനുള്ള കാരണം അന്ന് ഇംഗ്ലീഷ് ഭാഷ ബ്രിട്ടന്റെ ഭാഷ ആയതുകൊണ്ടാണ്. പക്ഷെ അതിൽ നിന്നുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രപരമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ട സമുദായം നവോത്ഥാന വിദ്യാഭ്യാസപരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് വന്നു. ഇന്ന് സമസ്തയോടെ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു പ്രസ്ഥാനം പോലും കേരളത്തിൽ മറ്റൊന്നില്ല. കേവലം അതിശയോക്തി കലർത്തിക്കൊണ്ടല്ല, എല്ലാവരും ചേർന്നാലും സമസ്തയുടെ ഒരു ഭാഗത്തേക്ക് ഒരു വിദ്യാഭ്യാസ രംഗത്ത് എത്താൻ അവർക്ക് കഴിയില്ല. പട്ടിക്കാട് ജാമിയാനൂരിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന MBA എഞ്ചിനീയറിംഗ് കോളേജ്, ആ MBA എഞ്ചിനീയറിംഗ് കോളേജും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹുദവിയ കോഴ്സും അതേപോലെ തന്നെ മറ്റു പല സംരംഭങ്ങളും സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടുകൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു സമസ്ത. കേവലം SSLC കഴിഞ്ഞ് +2 പഠിച്ച് 3 കൊല്ലം ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് എന്ത് പഠിക്കണം എന്നെന്റെ കരിയറിനെ ബന്ധപ്പെടുന്ന വിദ്യാഭ്യാസം ഏതാകണമെന്ന് തീരുമാനിക്കാനും ചിന്തിക്കാനും കേരള വിദ്യാഭ്യാസ വകുപ്പിൽ അതിന്റെ വ്യക്തമായിരിക്കുന്ന നിർദ്ദേശങ്ങളുള്ളൂ. അപ്പോഴേക്കും അത് പഠിച്ച് പുറത്തിറങ്ങി ഒരു ജോലി സമ്പാദിക്കുമ്പോഴേക്കും ജീവിതത്തിന്റെ വസന്തകാലം മുഴുവനും കഴിയുകയാണ്. അത് വേണ്ട എന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടാത്തത് മുഴുവനും ഒഴിവാക്കി നെല്ലും പതിരും വേർതിരിച്ച് കൃത്യമായ പതിനെ ഒഴിവാക്കി നെൽഭ്യാസത്തെയും ഒഴിവാക്കി വേണ്ടത് മാത്രം കേവലമാമതി എന്ന് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് SSLC പരീക്ഷ പോലും എഴുതാതെയും IAS കോഴ്സിലേക്ക് കുട്ടിക്ക് പഠിക്കാനും പരീക്ഷയ്ക്ക് ഇരുന്നുകൊണ്ട് ജയിക്കാനും IPS പോലും നേടാൻ സാധിക്കൂ എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പുതിയ വിദ്യാഭ്യാസ തിയറി കേരളത്തിന് ആവിഷ്കരിച്ചു തന്നത്. അത് മറ്റൊരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും കഴിയില്ല. ഈ വിദ്യാഭ്യാസ രംഗത്ത് മതം പഠിക്കുന്ന പോലെ തന്നെ ഭൗതികതയും പഠിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ട വിദ്യാഭ്യാസ മേഖല നല്ല ഷോർട്ട് കട്ടും ബൈപ്പാസിന്റെയും ഫോർമുല പഠിപ്പിച്ച് കുട്ടികളെ ക്രിയാത്മകമായി ആവിഷ്കരിക്കുന്നു സമസ്ത. അതുകൊണ്ട് ആരും സമസ്തയെ വിദ്യാഭ്യാസം പഠിപ്പിക്കണ്ട, ബസ്വറിലേക്ക് തൽക്കാലം നിന്റെ കാരക്ക് വേണ്ട എന്നർത്ഥം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതേ സംബന്ധിച്ച് കൃത്യബോധ്യമുണ്ട്. എന്നാൽ പെൺകുട്ടികൾക്ക് മാത്രമായി വിദ്യാഭ്യാസ കോഴ്സ് നടത്തുന്നു. 20-21 വയസ്സാകുമ്പോൾ മാത്രമേ ഏത് കോഴ്സും പൂർത്തിയാകൂ എന്ന കാര്യം തീർച്ചയാണല്ലോ. അങ്ങനെ സമസ്ത ഒരു വഴിക്ക് പഠിപ്പിക്കുമ്പോൾ മറുവഴിക്ക് സമസ്ത പറയാ 17 വയസ്സേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ കെട്ടിക്കണം എന്ന് സമസ്ത പറയില്ല. ഒരു ഭാഗത്ത് പഠിപ്പിക്കാൻ സ്ഥാപനങ്ങൾ നടത്തുക, മറുഭാഗത്ത് കെട്ടിക്കാൻ നെട്ടോട്ടം ഓടുക. ഇതാണല്ലോ വിദ്യാഭ്യാസം തടയുന്നത്. അത് സമസ്ത ചെയ്യോ? അതല്ലേ നാരായണത്ത് ഭ്രാന്തന്റെ ഏർപ്പാട്? വിവേകമുള്ള ഒരു പ്രബുദ്ധ സമൂഹത്തിന് അത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ക്രിയാത്മകമായി പഠിപ്പിച്ച എന്നാൽ ചില വിദ്യാർത്ഥിനികളെ നേരത്തെ വിവരണിക്ക് അവസരം ഇനി അർത്ഥം പോലും ഇല്ലാത്തവർക്ക് വിവാഹം അനിവാര്യമായി ഇവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വത്വബോധത്തിൽ ഉൾക്കൊള്ളും. അതുകൊണ്ട് അവരുടെ ശുദ്ധീകരണത്തിന് തീർക്കണം. അവിടെ വിദ്യാഭ്യാസം തടഞ്ഞാലും വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ചാരിത്ര വിശുദ്ധിക്ക്
സമസ്ത പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവാഹം അവിടെ മുൻഗണന കൊടുക്കും. അത് ഒറ്റപ്പെട്ടതാവാം, അപൂർവമാവാം, അപൂർവങ്ങളിൽ അപൂർവമാവാം. എങ്കിലും അത് ആവശ്യമാണ് എന്ന് സമസ്ത ബോധ്യപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നു. അതാണ് സമസ്ത പറയുന്നത്. അല്ലാതെ എല്ലാവരും കെട്ടിക്കാൻ വേണ്ടി നടക്കണമെന്നല്ല, ആവശ്യമുള്ളവർക്ക് അതാവാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പഠിക്കേണ്ടവർക്ക് എന്നാൽ 21 സമ്മതിക്കൂ എന്ന് പറഞ്ഞാൽ സമസ്ത പോരാന്ന് പറയില്ല. അതിനൊരിക്കലും ഇതിന്റെ പേരിൽ പിന്നെ പുകില് ആവശ്യ തത്വങ്ങൾ അത് നമ്മുടെ നാട്ടിൽ അനുയോജ്യമല്ല. ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞുകൊണ്ട് പല ആളുകളും ബഹുമാനപ്പെട്ട ഇസ്ലാം മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടി മുന്നോട്ട് വരാറുണ്ട്. ചില ചാനലുകളുടെ ഹിഡൻ അജണ്ട തന്നെ ഇസ്ലാം മതത്തെ തകർക്കുക എന്നാണ്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ് മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളെ കൊണ്ടുവന്ന് പറയും, നിന്നെ എപ്പോഴാ കെട്ടിക്കേണ്ടത്? അവൾ പറയും 18-ൽ, നിന്നെ 19-ൽ, നിന്നെ 20-ൽ. കണ്ടോ, 18-ൽ താഴോട്ട് പോരാൻ ഈ പെൺകുട്ടികളൊന്നും തയ്യാറല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് സമസ്തക്കാർ പറയുന്നത് എന്നാണ് ചാനൽ അവതാരകരുടെ ചോദ്യം. ഞങ്ങൾ എളിമയോടെ പറയട്ടെ, ഒരു പെൺകുട്ടി എന്നെ ബഹുഭാര്യത്വത്തിന്, എന്നെ വിവാഹമോചനത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയില്ലേ? ബഹുഭാര്യത്വത്തിന് ദുനിയാവിൽ ഒട്ടുമിക്ക പെണ്ണും അനുകൂലമല്ല. പെൺകുട്ടി പെണ്ണുകളും അനുകൂലമല്ല എന്ന് വിചാരിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീരത്തിന് മാറ്റാൻ പറ്റുമോ? അത് ചില സാഹചര്യങ്ങളിൽ ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ അത് വേണ്ടേ? അതിന് നിയമം വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിയമത്തിനപ്പുറത്ത് പോകാമെന്നല്ല, നിയമത്തിന്റെ വൃത്തത്തിന് വരണമെന്നാ പറഞ്ഞത്. ഇതൊന്നുമല്ല ചിലരുടെ ലക്ഷ്യം. കഴിഞ്ഞ മിനിയാന്ന് നമ്മുടെ കേരളത്തിലെ ഒരു ചാനൽ നീണ്ട ചർച്ച നടത്തി. അവർ എന്നറിച്ചുകൂടെ കാര്യമെന്നറിയോ? കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത പൂവാട്ടുപറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 30 വയസ്സുള്ള ഒരു അറബി കല്യാണം കഴിച്ചു. ആ പെൺകുട്ടി പാഠമുള്ളവളാണ്, പഠിച്ചവളാണ്, നല്ല വിദ്യാസമ്പന്നയാണ്. ആ പെൺകുട്ടി പറയുന്നു അയാൾ മതി എന്ന് ആ പെൺകുട്ടി തീരുമാനിക്കുന്നു. 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അയാളുടെ ആദ്യത്തെ കല്യാണം ഈ പെൺകുട്ടിയുടേതാവട്ടെ ഒരു പ്രാവശ്യം കെട്ടി ഒഴിവാക്കിയ ഒരു ബ്ലാക്ക് മാർക്ക് അവൾക്കുണ്ട്. എന്നിട്ടും ആ ചെറുപ്പക്കാരൻ കെട്ടാൻ തയ്യാറായി. 25 വയസ്സ് കെട്ടി. അവളും അവനും തമ്മിലുള്ള ധാരണ പ്രകാരം ഈ പെൺകുട്ടിക്ക് പാസ്പോർട്ട് കിട്ടുന്ന നിമിഷം വിദേശത്തേക്ക്, അയാളുടെ നാട്ടിലേക്ക് പോകാം. ഭാഷ ഞങ്ങൾക്കിടയിൽ പ്രശ്നമല്ല ആ പെൺകുട്ടിയും പറയുന്നു. അപ്പോഴാക്കോട്ട് ഞാൻ രംഗത്തോടെ പറയുന്നു, ഇതാ അറബി കല്യാണം വീണ്ടും വന്നു. അറബി കല്യാണം വീണ്ടും വന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതിനെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. കുട്ടിക്ക് 18 ആയില്ല എന്ന ആദ്യം വാർത്ത കൊടുത്തത്. കുട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് 18 ആയില്ല എന്ന് ചാനൽ എങ്ങനെ പറയാ? എന്റെ വയസ്സ് 25 എന്നത് ഈ സർട്ടിഫിക്കറ്റ് മുഖേന ബോധ്യമാണ്. ആ 15 വയസ്സ് എനിക്കില്ലാത്ത വിഷമം എന്തിനാ ഈ ചാനലിന്? ഞാനല്ല എന്റെ പരാതി പറയേണ്ടത്. എനിക്ക് പരാതിയില്ല എന്ന് മാത്രമല്ല, എന്നെ അയാൾ തന്നെ കെട്ടാവൂ എന്നാ ഞാൻ പറയുന്നത്. പിന്നെ ഇതിന്റെ പേരിൽ ചാനലുകാർ മുതലക്കണ്ണിൽ ഒഴുക്കണ്ട എന്ന് നെപ്പന്ന പോലീസിന്റെ മുഖത്ത് നോക്കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു. നല്ല അന്തസ്സുള്ള കുട്ടിയാണ്. പിന്നെ ആർക്കാ ഈ പരാതി? എന്നോട് ചാനലിൽ കൊണ്ട് വിളിച്ചു ചോദിച്ചു ചർച്ചയിൽ പങ്കെടുക്കാൻ. ഞാൻ പാലാരികൾക്കൊക്കെ മധ്യം ഇസ്ലാമിന് അനുകൂലമായി പറഞ്ഞാലും ചാനലുകളുടെ അജണ്ടയെ പറ്റി എതിർത്താലും കത്രിക വെച്ചിട്ട് സംപ്രേഷണം ചെയ്യാറുള്ളൂ. ആ ഭാഗം വെട്ടിമുറിച്ച് മാറ്റും. പക്ഷെ ഇത് ലൈവ്, ഇത് ഇസ്ലാമിക വിരോധമാണ്. നിങ്ങൾ കുറെ കാലമായി ഇത് നടത്തുന്നു. നിങ്ങൾ ഈ 25 ആ പെൺകുട്ടിക്ക് വിഷമമല്ല, മാതാപിതാക്കൾക്ക് അതൃപ്തിയില്ലാത്തൊരു കല്യാണം നടന്നിട്ട് പിന്നെ നിങ്ങൾക്കെന്താ ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യം? ഞാൻ ചാനലുകാരോട് ചോദിച്ചു, കഴിഞ്ഞ 22-ാം തീയതി മാനന്തവാടി എന്ന് പറയുന്ന പ്രദേശത്ത്, വാളാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പെൺകുട്ടിയെ ആതിര എന്ന കുട്ടിയെ 17 വയസ്സാണ്. ആ കുട്ടിക്ക് SFI കുട്ടിയാണ്. ആ പെൺകുട്ടിയെ DYFIക്കാരൻ പാർട്ടി ഓഫീസിൽ വെച്ചുകൊണ്ട് കല്യാണം നടത്തി. എന്താ നിങ്ങൾക്ക് അതേ സംബന്ധിച്ചുകൊണ്ട് വർത്തമാനം പറയാനില്ലേ? ഞാൻ ചോദിച്ചു, ചാനൽ എന്താ അത് കാണാതെ പോയത്? 17 വയസ്സാണ് പെൺകുട്ടിക്ക്. ആതിര എന്ന കുട്ടിന്റെ പേര് പാർട്ടി ഓഫീസിൽ വെച്ചുകൊണ്ടാണ് നടന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ഏരിയ സെക്രട്ടറിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് പാർട്ടി ഓഫീസിൽ കല്യാണം നടന്നത്. എന്തേ നിങ്ങളത് കാണാതെ? 25 വയസ്സുള്ള കുട്ടിയെ കെട്ടിച്ചിട്ട് ഇതിന്റെ പേരിൽ മുസ്ലിം പെൺകുട്ടിയുടെ കണ്ണീരും പറഞ്ഞുകൊണ്ട്
നടക്കുന്ന കാര്യം? ചാനൽ പറഞ്ഞ മറുപടി ഞങ്ങളത് കണ്ടിട്ടില്ല. നിങ്ങൾ കാണൂല, നിങ്ങൾ ഇത് കണ്ടു, എന്റെ അത് കാണാതെ പോയി എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാനുള്ള കാരണം, ഒരു മുസ്ലിം വിരോധ അജണ്ട വെച്ച് പുലർത്തുന്നവരാണിവർ. ഈ അജണ്ടയ്ക്ക് ഉപോത്ബലകമായി കൊണ്ട് പലപ്പോഴും കാന്തപുരം പ്രവർത്തിച്ചു. എന്തുകൊണ്ടെന്നാൽ കാന്തപുരം ആദ്യം പറഞ്ഞു, 3 മാസം മുന്നേ, ഈ പ്രശ്നമുണ്ടാകുന്നതിന് 3 മാസം മുന്നേ അദ്ദേഹം പറഞ്ഞു, പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആക്കിയേ മതിയാകൂ. 16 ആക്കണമെന്ന് ഇസ്ലാം എവിടെയും പറയുന്നില്ല. 16 ആക്കണമെന്ന് കാന്തപുരം. മുസ്ലിം സംഘടനകൾ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിച്ചു, 10 നിർബന്ധത്തിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ ഒഴിവാക്കി തരണം, കുറച്ച് താഴോട്ടാവാം എന്ന് പറഞ്ഞപ്പോൾ AP എന്താ പറഞ്ഞത്? അങ്ങനെ ഇസ്ലാമിൽ ഇല്ല, 18 തന്നെ വേണം. 16 വയസ്സാക്കണമെന്ന് പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ AP പറയുന്നു 18 തന്നെ ആക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഓന്തുപോലും ഇത്ര വേഗം നിറം മാറൂല. ഈ രൂപത്തിലല്ലേ കാന്തപുരം പ്രസ്താവന കൊടുത്തിട്ടുള്ളത്? അതൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ മാതൃഭൂമിയിൽ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു 18 തന്നെ വേണ്ട. ഓന്റെ വിചാരിക്കും അത് ഞാനാണ്. ആ രൂപത്തിലാ പെട്ടെന്ന് രൂപം മാറിക്കൊണ്ടുപോകുന്നത്. 2 കൊല്ലം മുമ്പേ കാന്തപുരം വലിയൊരു പ്രസ്താവന കൊടുത്തു. എന്തിനാണ് ഇസ്ലാം ബഹുഭാരിത്വം അനുവദിച്ചത് എന്ന പത്രക്കാരുടെ ചോദ്യം. ഇസ്ലാമിൽ ബഹുഭാരിത്വമുണ്ട്, അഥവാ ഒന്നിലധികം പെണ്ണ് കെട്ടാൻ അനുമതിയുണ്ട്, അതെന്തിനാണ്? കാന്തപുരം പറഞ്ഞു, സ്വന്തം ആർത്തവ രക്തം വെറും മാസത്തിൽ 6-7 ദിവസം. അന്ന് ഭാര്യയെ തൊടാൻ പറ്റൂല, നിഷിദ്ധമാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പുരുഷന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നും. ആ സമയത്ത് ഇവളെ തൊടാൻ പറ്റൂല, അതുകൊണ്ട് വേറെ പെണ്ണ് വേണം. അതുകൊണ്ട് ഇസ്ലാം ഒന്നിലധികം പെണ്ണ് കെട്ടാൻ സമ്മതിച്ചു. ഇത് പറഞ്ഞപ്പോ BM സുഹറ പറഞ്ഞു, ഒരു മാസത്തിൽ 6-7 ദിവസമെങ്കിലും ഈ ഏൽപ്പിക്കുന്ന അടങ്ങിയിരുന്നൂടെ. പുരുഷവർഗത്തിന് മുഴുവനും നാണക്കേടല്ലേ ഈ പ്രസ്താവന? അങ്ങനെ ഒരു ദീനുണ്ടോ? അതിനാണോ ബഹുഭാരിത്വം? ബഹുഭാരിത്വത്തിന് കാരണം വേറല്ലേ? അതൊന്നും പറയാതെ ഈ സമുദായത്തെ മുഴുവനും നാണം കൊടുക്കുന്ന പ്രസ്താവനമാണ് നടത്തിയത്. ഇതുപോലെ പല കാര്യങ്ങളും പറയാനുണ്ട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് പ്രതികൂലിച്ചവരും എഴുതിയ ലേഖനം. സമസ്തയുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഡോക്ടർ B അശോക് എഴുതിയത്, അഡ്വക്കേറ്റ് നോർബിന റഷീദ് എഴുതിയത്, പ്രഗത്ഭയ ജെറി ജെനി എന്ന പത്രപ്രവർത്തകർ എഴുതിയത്, മുസ്തഫൽ ഫൈലി എഴുതിയത്, അഡ്വക്കേറ്റ് UL ലത്തീഫ് എഴുതിയത്, പ്രതികൂലിച്ചുകൊണ്ട് എഴുതിയ ചില ആളുകളുമുണ്ട്. MN കാരശ്ശേയും PK ഫിറോസും അഷറഫലിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം സമാഹരിച്ചുകൊണ്ട് മറുപടി അടക്കമുള്ളൊരു ഗ്രന്ഥം 50 രൂപ നിരക്കിൽ SK ക്യാമ്പയിന്റെ ഭാഗമായി 30 രൂപ കൊടുത്തുകൊണ്ട് ഓരോ പുസ്തകം നിങ്ങൾ കൈപ്പറ്റണം എന്ന് ഞാൻ സാന്ദർഭികമായി പറയുന്നു. പ്രവർത്തകർ അത് കൊണ്ടുവരികയാണ്. ആ പുസ്തകം അതിന്റെ അച്ചടി ചെലവ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ വാങ്ങണമെന്ന് പറയുന്നതിന് കാരണം, ഇനി ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ അതേ സംബന്ധിച്ച് കൃത്യമായ പാഠം പഠിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ശത്രുക്കളോട് ഈ കാര്യത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ മടിക്കേണ്ടി വരും. അതുണ്ടാവരുത്. നമ്മളെല്ലാവരും ചാനൽ വിളിച്ചാലും പറയണം മറുപടി, പോലീസുകാരെ പറഞ്ഞാലും, വീട്ടിൽ വന്ന് ആക്രമിച്ചാലും, വീട്ടിൽ വന്ന് കല്യാണം മുടക്കിയാലും പറയണം മറുപടി. അതിനൊക്കെ കൃത്യമായ നിയമത്തിന്റെ വൃത്തത്തിൽ കൊണ്ടാണ് ശരിക്കും കാര്യം പറയുന്നത്. നിങ്ങൾ ആ പുസ്തകം വാങ്ങണമെന്ന് വിനീതമായി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ വിശദമായി പറയല്ല. ഈ രൂപത്തിൽ സകലമായ മേഖലകൾ. നരേന്ദ്രമോദി വികസന മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് പ്രധാനമന്ത്രിയായി അയാൾ വന്നാൽ ഞങ്ങൾ എതിർക്കാൻ പോകില്ല. റോഡുണ്ടാക്കുക, കൃഷി ഉണ്ടാക്കുക, വികസനം നരേന്ദ്രമുണ്ട്, അത് എതിർക്കപ്പെടേണ്ടതല്ല. നരേന്ദ്രമോദിക്ക് വികസനമാകൂട്ടരെ ഉള്ളത്. ഊട്ടി വീർപ്പിക്കപ്പെട്ട ബലൂൺ പോലെയാണ് നരേന്ദ്രമോദിയുടെ മുഖച്ഛായ. അയാൾ പറയുന്നത് ഒരൊറ്റൊന്നും വാസ്തവമല്ല. രാജ്യം ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന സംസ്ഥാനത്തിൽപ്പെട്ട ഒന്ന് രഹസ്യമായി പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഗുജറാത്താണ്. ഗുജറാത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല. മല്ലിക എന്ന പത്രപ്രവർത്തക ഗുജറാത്തിൽ എടുക്കട്ടും പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ സംസ്ഥാനമാണല്ലോ, ആ സംസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് എന്നാ ചോദ്യം. മറുപടി പറഞ്ഞു മല്ലിക, ഒരു വികസനവും ആ സംസ്ഥാനത്ത് ഇല്ല. നരേന്ദ്രമോദിയുടെ സമുദായം തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഫാക്ടറിയുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, ആശുപത്രിയുണ്ട്, അല്ലാതെ ഒന്നുമില്ല.
എന്നാൽ നരേന്ദ്രമോദിയെ അംഗീകരിക്കാത്ത സമുദായമാകുന്ന ന്യൂനപക്ഷ മുസ്ലിം സമുദായവും അധികൃത ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ഗുജറാത്തിന്റെ അടിസ്ഥാന വർഗങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളും ഇപ്പോഴും പട്ടിണിയും പരിവട്ടവും വറുതിയിലും കഴിയുകയാണ്. അവർക്ക് രക്ഷയില്ല. അവരുടെ ഭാഗത്ത് ലൈറ്റില്ല, അവരുടെ ഭാഗത്ത് വെള്ളമില്ല, അവരുടെ ഭാഗത്ത് റോഡില്ല. നരേന്ദ്രമോദിയുടെ സമുദായമുള്ള ഭാഗത്താവട്ടെ റോഡും തോടും ലൈറ്റും വെള്ളവും എല്ലാം അവിടെ ലഭ്യമാണ്. അവിടെ മാത്രമേ ക്യാമറയ്ക്ക് ചെല്ലാൻ പ്രവേശനമുള്ളൂ. അതേ ചാനൽ കാണൂ, അതാ വാർത്താ മാധ്യമങ്ങളിൽ അത് പെരുപ്പിച്ചു പറയുന്നത്. എന്നാൽ ഗുജറാത്തിന്റെ മുക്കുമൂല ചെന്ന് പരിശോധിച്ച് നോക്കിയാൽ യാതൊരു വികസനവും അവിടെ ഇല്ല. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വിജയിക്കാനുള്ള കാരണം ഭൂരിപക്ഷ ജനാധിപത്യത്തിന്റെ വിജയമല്ല, ഫാസിസം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന്റെ വിജയമാണ്. പോളിംഗ് ബൂത്തിലേക്ക് മുസ്ലിമീങ്ങൾക്ക് പോകാൻ പാടില്ല, അഥവാ പോയാൽ താമരക്കല്ലാതെ കുത്താനും പറ്റില്ല. ആ രൂപത്തിൽ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറയുമ്പോൾ ഗതി മുട്ടിയപ്പോൾ മുസ്ലിമീങ്ങളും ചില താമരക്ക് ചെയ്തു പോകുന്നു പേടിച്ചിട്ട്. അല്ലാതെ മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരാളും നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ പിന്തുണക്കൂല. ഇത് പറയുന്നത് മല്ലികയാണ്, മുസ്ലിമല്ല. ഗുജറാത്തുകാരിയാണ്, പത്രപ്രവർത്തകയാണ്. ഈ കഴിഞ്ഞ കണക്ക് പ്രകാരം ഗുജറാത്ത് വികസനത്തിന്റെ ഒരു മേഖലയിൽ പോലുമില്ല. ഔദ്യോഗികമായ കണക്ക് സൂചിപ്പിക്കുന്ന വസ്തുത ഇതാണ്. കേരളമാണ് ഇന്ന് 1-ാം സ്ഥാനത്ത്, ഇന്നവയാണ്. പിന്നെ വികസന കൊതുലൂർ. ഇനി അതൊന്നുമല്ല. ഈ രാജ്യം മുഴുക്കെ പാൽപായസം ഞാൻ ഒഴുക്കിത്തരാമെന്ന് നരേന്ദ്രമോദി വാഗ്ദത്തം ചെയ്താലും കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഒരു മതേതര വിശ്വാസിയും മുസ്ലിം ഒരിക്കലുമായി വോട്ട് ചെയ്യാൻ പാടില്ല, ചെയ്യില്ല. അതാണ് ബുദ്ധി. ആർക്കത് അറിഞ്ഞുകൂടാത്തത്? നമ്മുടെ പാവപ്പെട്ട സമുദായത്തിന്റെ നെഞ്ചിൽ കടാര കൊണ്ട് കുത്തിയവനെ കൈകൊണ്ട് വോട്ട് ചെയ്ത് തിരിച്ചു കുത്താൻ പറ്റുന്ന അവസരമല്ലേ നമ്മൾ വിനിയോഗിക്കേണ്ടത്? ഗുജറാത്ത് മറക്കാറായോ എന്റെ പ്രിയപ്പെട്ട സമുദായമേ? നരേന്ദ്രമോദിയുടെ നാടായ ഗുജറാത്തിലാണ് പാവപ്പെട്ട 2000 ആളുകൾ ബന്ധു വെണ്ണീറായി കഴിഞ്ഞത്. മുസ്ലിമായി എന്ന കുറ്റമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു മുസ്ലിമായ കോൺഗ്രസ് MP-യെ തന്തൂരി റൊട്ടി ചുടുന്ന അടുപ്പിലിട്ടുകൊണ്ടാണ് ജീവനോടെ ചുട്ടുകൊന്നത്. മറക്കാറായിട്ടില്ല. നരേന്ദ്രപാടിയ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാകുന്ന ആ നാട്ടിൽ അക്രമികളാകുന്ന സംഘപരിവാറിന്റെ ആളുകൾ ഗ്രാമപ്രദേശത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും ആട്ടിപ്പുറത്താക്കി അവരെ നേരെ കൊണ്ടുപോയി അവശേഷിപ്പിച്ചത് കല്ല് വെട്ടി ഒഴിവാക്കിയൊരു കുഴിയിലാണ്. ആ പാവങ്ങൾ അവിടെ ജീവനുണ്ടെന്നല്ലാതെ ഓടാനും നടക്കാനും സംസാരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. വലഞ്ഞ അവർ ആ സമയത്ത് അവർ തളർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു കിടക്കുമ്പോ ദൂരെ നിന്നുകൊണ്ടാണ് ടാങ്കർ ലോറി പെട്രോൾ ടാങ്കുമായി കൊണ്ടുവന്ന് പെട്രോൾ ഇവിടെ ദേഹത്തേക്ക് പമ്പ് ചെയ്തത്. കുറെ ദൂരെ നിന്നുകൊണ്ട് സംഘപരിവാറിന്റെ ആളുകൾ ടാറിന് തീ കൊടുത്ത് ഉരുട്ടിയിട്ടു. തീപ്പന്തം പോലെ ടാർ വന്നുകൊണ്ട് ഈ സാധുക്കളെ മുസ്ലിമീങ്ങളുടെ ദേഹത്ത് വന്നുകൊണ്ട് പെട്രോളിൽ കുളിച്ചവരുടെ ദേഹം ചുട്ടു ചാമ്പലാക്കി. നിന്ന നിപ്പിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ട മുസൽമാൻ 300ഓളം ആളുകൾ ഒരു കുഴിയിൽ നിന്നുകൊണ്ടാണ് ബന്ധു വെണ്ണീറായി കഴിഞ്ഞത്. ായിട്ടുള്ള കൂട്ടരെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി സ്ത്രീ അക്രമി സംഘം വീടാന്തരക്കാരി നട്ടിപ്പൊക്കൊണ്ടത് ഓടാൻ വയ്യ. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ എന്നെ വെറുതെ ഓടി. ആ സമയത്ത് സംഘപരിവാറിന്റെ ആളുകൾ എന്താ ചെയ്തത്? ത്രിശൂലം കൊണ്ട് ആ പെണ്ണിന്റെ അടിവയറ്റിൽ കുത്തി ആ കുഞ്ഞോമനെ പുറത്തെടുത്തു. ത്രിശൂലത്തിൽ നാട്ടി. എന്നിട്ട് കരയിൽ കിടന്ന് പിടക്കുന്ന മത്സ്യത്തെ പോലെ ത്രിശൂലത്തിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞ് പിടച്ചു. അത് നിശ്ചലമായി വെട്ടിപ്പൊളിഞ്ഞ രക്തം ചീറ്റെറിയുമ്പോഴും അതുപോലും ശ്രദ്ധിക്കാതെ മരിച്ച മയ്യത്തായ ആ പിഞ്ചോമന കുഞ്ഞിനെ എറിഞ്ഞു കൊടുത്തപ്പോ അത് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കറിയുമ്പോ ആ കുഞ്ഞിനെയും ജീവനുള്ള ഉമ്മയെയും മണ്ണെണ്ണയിൽ മുക്കിക്കൊണ്ടാണ് സംഘപരിവാർ ചുട്ടു ചാമ്പലാക്കിയത്. മറക്കാനായോ നമ്മളതൊക്കെ? അക്രമി സംഘം തന്റെ നേരെ വന്ന സമയത്ത് ആരുതേ എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈയും ചേർത്ത് വെച്ചുകൊണ്ട് വേട്ടക്കാരന്റെ മുമ്പിൽ കിടക്കുന്ന ഇര കരയുന്ന പോലെ പൊട്ടിക്കറിഞ്ഞ കുതുബുദ്ദീൻ അൻസാരിയെ മറക്കാറായോ? നമ്മുടെ സമുദായം എന്റെ ഉണർന്ന് ചിന്തിക്കാത്തത്? രാജ്യത്തെ ഒരു ഹിന്ദുവിനും മുസൽമാനും നരേന്ദ്രമോദി അംഗീകരിക്കാൻ സാധിക്കില്ല. സമാധാനപരമായി ജീവിക്കുന്ന ഒരു ഹിന്ദുവിനും കഴിയില്ല നരേന്ദ്രമോദി അംഗീകരിക്കാൻ. ആ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവിയിലേക്കാണ് കണ്ണുവെച്ച് ഇരിക്കുന്നതെങ്കിൽ
എന്തൊക്കെ അവസരം കിട്ടിയാലും പോലും ആ നരേന്ദ്രമോദി ഒരു മിനിറ്റ് പോലും ഇന്ദ്രപ്രസ്ഥത്തിന്റെ ചെങ്കോൽ എന്താണ് അനുവദിക്കില്ല എന്ന് പറയുന്നവരല്ല മുസ്ലിം, അതല്ലേ ന്യൂനപക്ഷം, അതല്ലേ രാജ്യത്തെ മതേതര വിശ്വാസി. എന്നിട്ട് കാണ്ഡപുരം പറയുന്നു അയാൾ തരക്കേടില്ല വന്നോട്ടെ എന്ന്. ഇയാളാണ് മിർസ്വാദിഖ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പണ്ട് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ വാർഷിക സമ്മേളനത്തിന്റെ സോവനിയറിൽ ഒന്നാമത്തെ ഒരു ലേഖനം എഴുതിയിരുന്നു. മിർസ്വാദിഖും മിർജാഫറും സമുദായത്തിന്റെ അപമാനം. ആ മിർസ്വാദിഖാര മിർജാഫറാര കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞു അയാൾ മിർസ്വാദിഖാണ്. ബ്രിട്ടീഷുകാർക്ക് ഈ സമുദായത്തെ ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ടിപ്പു സുൽത്താനെ ഒറ്റുകൊടുത്ത മിർസാദിഖ്, ടിപ്പുവിനെ ഒറ്റുകൊടുത്ത മിർസാദിഖിനോടാണ് ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന കാന്തപുരത്തെ ശൈഖുന ശംസുൽ ഉലമ ഉപമിച്ചത്. ആരാ കൂട്ടരെ ശംസുൽ ഉലമ? കാന്തപുരം നേരെ ചൊവ്വേ പറയാറുണ്ട്. ഈ പത്തപ്പിരിയം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. എന്നാ പറയുന്നറിയോ? ഞങ്ങളുടെ ശൈഖുന എന്ന് പറഞ്ഞാൽ ബുഖാരി സഭക്ക് നടക്കുമ്പോൾ ദേവഗൌഡക്ക് ഫോൺ ചെയ്ത ആളാണ്. വലിയ കറാമത്താണ്. ദേവഗൌഡയെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കറാമത്താണല്ലോ. എന്നിട്ട് എന്താ പറയുന്നത്? ഇവിടെ ശൈഖുന, അപ്പുറത്താര ദേവഗൌഡ, നിങ്ങൾക്ക് 10 വയസ്സേക്കാരാ എന്നാ എന്നാൽ പരിശുദ്ധമായിരിക്കുന്ന ജാമിയ ദാറുസ്സലാം, നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ പണി വെച്ചുകൊണ്ട് ശൈഖുന ബുഖാരി സഭക്ക് നടക്കുകയാണ്. ആ സഭക്കിൽ ബുഖാരിയിൽ ഒരു സംശയം വന്ന സമയത്ത് അതിന്റെ പരിഹാര മാർഗം തേടിക്കൊണ്ട് ഖസ്തലാനി മറച്ചു നോക്കി, പരിഹാരമായില്ല. ഫതുഹുൽ ബാരി മറച്ചു നോക്കി, അതിന് പരിഹാരമായില്ല. ഇതെല്ലാം കണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്, സംശയം നമുക്ക് തീർക്കണമെങ്കിൽ അല്പസമയം മിണ്ടാതിരിക്കണം. ശൈഖുന 10 മിനിറ്റ് സമയം മൗനം പാലിച്ചു. ഒരു മുട്ടുസൂചി അവിടെ വീണാൽ ആ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കൂല. ആ രൂപത്തിൽ നിശബ്ദമായിരിക്കുന്ന സദസ്സ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശൈഖുന കണ്ണു ചുമ്മി അതിന്റെ കൃത്യമായ മറുപടി പറഞ്ഞു. വിദ്യാർത്ഥികൾ പലരും അത് മണിമുത്ത് പിറക്കിയെടുക്കുന്ന പോലെ എഴുതിയെടുത്തു. നെല്ലിക്കുട്ടി ഇസ്മായിൽ മുസ്ലിയാർ അതിന് സാക്ഷിയാണ്. തൂണിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ശൈഖുനാന്റെ മണിമുത്ത് തന്റെ പേനത്തുമ്പിനെ കൊണ്ട് കടലാസിലേക്ക് ആ ബഹുമാന്യ പണ്ഡിതന് പകർത്തിയത്. ശൈഖുന ശംസുൽ ഉലമ കണ്ണു തുറന്നുകൊണ്ട് പറഞ്ഞു, ഇത് എന്നോട് ഇപ്പോൾ വന്ന് പറഞ്ഞതാരാ എന്നറിയോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ തന്നെയാണ്. എന്നാൽ നാളെ വരുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഗ്ലാസ് തെളിഞ്ഞ വെള്ളം കൊണ്ടുപോയി തരണം, മഹാനായ ഇമാം ബുഖാരി തങ്ങളോട് മന്ത്രിപ്പിക്കണം നമുക്ക് എന്ന് പറയാൻ മാത്രം ആത്മീയമായി അടുപ്പം പുലർത്തുന്ന മഹാനായ തേജസ്വിയാണ് ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ മഹാനായ ശംസുൽ ഉലമയാണ് പറഞ്ഞത് കാന്തപുരം മിർസ്വാദിഖാണെന്ന്. മിർസ്വാദിഖാണെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ പരിണിതമല്ലേ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ ട്രാക്കുള എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ നരഭോജിയായ നരേന്ദ്രമോദിയെ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അറിയുക നിങ്ങൾ? ഞങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ അമീൻ ഫൗലി അമ്പലക്കടവിന്റെ വിമോചന യാത്രയിൽ ഈ കാക്കോട് എന്നുകൊണ്ട് തിരുവനന്തപുരം വരെ സ്റ്റേജ് മുഴുവനും വിളിച്ചു പറഞ്ഞു, 5 കോടി കാന്തപുരം കൈപ്പറ്റിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരുത്തനും നിഷേധിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നു. ഒരുപക്ഷെ ഞാൻ എന്റെ ശരിയാണെങ്കിൽ ഇത് ബൈലക്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ലേ? ഇത് ലോകത്തെവിടെ വെച്ചുകൊണ്ടും ഇത് കാണാം. ഇതേ സമയത്ത് ഒരുപാട് മലയാളി സഹോദരന്മാരും കർണാടക സുഹൃത്തുക്കളും എല്ലാം ഇത് കേൾക്കുന്നു. സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിന്റെ ഫണ്ടിന് കൊണ്ട് കാന്തപുരം മറന്നവർ ഓടിപ്പരില്ല പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ തെളിവുമായി പിറ്റേ ദിവസം ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം രംഗത്ത് വരും. ആ രൂപത്തിൽ അവർക്ക് ബന്ധമുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് കൂട്ടരെ കാന്തപുരം നരേന്ദ്രമോദി ഈ സമുദായത്തെ മുഴുവൻ തീരെഴുതി കൊടുക്കാൻ ഇയാൾ തയ്യാറാകുമെന്നല്ലേ ഇതിന്റെ അർത്ഥം? സകല മേഖലകളിലും ഇസ്ലാമിന്റെ പൊതുവേദികളിൽ പോലും സമുദായത്തിന്റെ കൂടെ നിൽക്കാതെ ഇസ്ലാമിക ശത്രുക്കളെ തീറ്റിപ്പോറ്റുകയും അയവർക്ക് ആവശ്യവാദം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിലപാട്, ഈ നിലപാട്
കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂല. ഇയാൾക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല പൊടിയും സമ്പാദിക്കാൻ എപ്പോഴൊക്കെ കിട്ടുമോ ആ അച്ഛൻ മയ്യത്തിൽ നിന്നുകൊണ്ട് പേനിറങ്ങുന്ന പോലെ അനുയായികളെ മുഴുവനും കൂടുവിട്ടുകൊണ്ട് പോവുകയാണ്. ഞങ്ങളും സമസ്തകൾ ജമിയത്തുലമ കൊണ്ട് പുറത്താക്കപ്പെട്ടവരും തമ്മിൽ അകന്നിട്ട് കുറെ വർഷങ്ങളായി. ഇന്ന് വരെ ഒരൊറ്റ സമസ്ത പ്രവർത്തകനും കാന്തപുരത്തിന്റെ കൂടാരത്തിലേക്ക് കൂടിച്ചേർന്ന് പോയിട്ടില്ല. എന്നാൽ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരും നൂറുകണക്കിന് നേതാക്കന്മാരും സമസ്തയിലേക്ക് വന്നു. പൊന്നുരിന്റെ ഉസ്താദിന്റെ കാലഘട്ടം തുടങ്ങിയ രാജിയാണ്. എറണാകുളം കാളിയായ ബഹുമാനപ്പെട്ട പൊന്നുരിന്റെ ഉസ്താദ് കാന്തപുരം പെരുന്നാൾ ഉറപ്പിച്ച് അന്ന് മുതൽ അതിൽ പണിഞ്ഞ് സമസ്തയിലേക്ക് വന്നതാണ്. തുടർന്നുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും ബോധ്യപ്പെട്ടുകൊണ്ടാണ് സലാലയിലെ ലക്ഷക്കണക്കിന് രൂപ മർക്കസിന് കൊടുക്കാറുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ് കാന്തപുരത്തിന്റെ കൂടാരം വിട്ട് സമസ്തയിലേക്ക് കടന്നു വന്നത്. പിണങ്ങോട് അബൂബക്കർ സാഹിബിനെ പോലെയുള്ള, റഹ്മത്തുള്ള ഖാസിമി മൂത്തടത്തെ പോലെയുള്ള ഒട്ടേറെ നേതാക്കന്മാർ ആ ഭാഗം വിട്ടുകൊണ്ട് സമസ്തയിലേക്ക് വന്നല്ലോ. മുസ്തഫൽ ഫൈലിയും റഹ്മാൻ ഫൈലിയും അബ്ദുമുസ്ലിയാരും വന്നല്ലോ. അങ്ങനെ തുടങ്ങിക്കൊണ്ട് സഖാഫിമാരുടെ നീണ്ട നിരയാണ്. നേരത്തെ രാമന്തളി പൂർണ്ണ സമയത്ത് പറയാ, ഇങ്ങനെ വന്ന പൈസമാരെക്കാൾ കൂടുതൽ സമസ്തയിൽ സഖാഫിമാരാകുന്നു. ആ രൂപത്തിൽ ആ സഖാഫിമാരുടെ നീണ്ട നിര അത് തീരുന്നില്ല. വിദേശത്ത് പ്രഗത്ഭനായിരിക്കുന്ന ഒരു സഖാഫി, കാന്തപുരത്തിന്റെ സകലമാന കാര്യങ്ങളും അറിയാവുന്ന ഒരു സഖാഫി, അദ്ദേഹം സമസ്തയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അടുത്ത നാളിൽ അദ്ദേഹം കേരളത്തിൽ വരും, വേദിൽ പ്രത്യക്ഷപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ രൂപത്തിൽ സകല സഖാഫിമാരും വരികയാണ്. കാന്തപുരത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ഭയമാണ്. അടുത്തറിയും തോറും അകലും കാന്തപുരത്തോട്. അതെല്ലാ അർത്ഥത്തിലും അകലും, എല്ലാ അർത്ഥത്തിലും അകലും എന്നതിന് ഞാൻ അടിവരയിട്ട് പറയുന്നു. അറിയും തോറും ജനമകലും. ആ അകൽച്ചയുടെ കാരണമായിക്കൊണ്ടാണ് പലരും വരുന്നത്. രാമന്തളി ഇതാ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെട്ടുകൊണ്ടാണ് കടന്നു വന്നത്. ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സഖാഫി സമ്മേളനമാണ് കൂട്ടരെ മലപ്പുറത്ത് നടന്നത്. കാന്തപുരത്തിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. സഖാഫി സമ്മേളനം വന്നു. ഒട്ടേറെ സഖാഫിമാർ വേദിയിൽ വന്നു. ആ സമ്മേളനം ഈ അഹമ്മദ് സാഹിബാണ് ഉദ്ഘാടനം ചെയ്തത്. അത്രമാത്രം സമസ്തയുടെ ആളുകളിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഒരൊറ്റ കാര്യം ചോദിക്കുന്നു, ഒരൊറ്റ കുട്ടി സമസ്ത വിട്ടുകളുടെ കൂടെ പോയിട്ടുണ്ടോ? ഇന്ന് വരെ ഇല്ലല്ലോ. ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും പറയുന്ന പോലെ ഒന്നുകൂടെ പറയുന്നു, ഇവരുടെ ജനസ്വാധീനം തീരെ ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന സംഗതിയല്ലേ. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ നേതൃത്വം നൽകുന്ന സമസ്തയുടെ മുഷാവറ മെമ്പർമാരുടെ മുഴുവൻ മഹലും സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. എല്ലാ മഹലും സമസ്തയുടെ ഉലമാക്കൾ നേതൃത്വം നൽകുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും മാണിക്കുട്ടി ഉസ്താദും പാണക്കാട് തങ്ങളും തുടങ്ങി എല്ലാവരുടെയും മഹലുകൾ സമസ്തയുടെ കൂടെയാണ്. മറുഭാഗത്തെ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ മഹല് ആരെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നതിന് മുന്നേ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ മഹലിന് ഏതാണ്? ഞാൻ ഉള്ളാൾ തങ്ങളെ അവഗണിച്ച് പറയുന്നില്ല. എനിക്കതിനുള്ള ഒരു ഉത്തരവാദിത്വവും പറയേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ സയ്യിദാണ്. ആ നിലക്ക് തരാവുന്ന എല്ലാ മര്യാദയും ബഹുമാനവും ആദരവും തരുന്നു. പക്ഷെ അള്ളാന്റെ ദുനിയാവിൽ അദ്ദേഹത്തിന് മഹലില്ല. അതെന്റെ കുറ്റല്ല. ഒരു മഹൽ അദ്ദേഹത്തിന് പറയാനില്ല. ഞാൻ കാന്തപുരം വിഭാഗത്തോടെ പറയട്ടെ, ശംസുലമ കാഫറാണ് എന്ന് പോലും പറഞ്ഞ ആ തങ്ങള് ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണെന്ന് ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. അന്വേഷിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഞങ്ങളെ കുറ്റം പറഞ്ഞ ശംസുലമയെ ആക്ഷേപിച്ച ആളുകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവ്, നേരെ ചെന്ന് SSF കാരൻ ഉള്ളാൾ തങ്ങളുള്ള സ്ഥലത്തേക്ക് ഉള്ളാൾ തങ്ങളെ അസ്സലാമു അലൈക്കും എന്നൊന്ന് പറ എന്നുകളെ പറയുന്ന മറഞ്ഞിട്ട് മതി. വേറെ വർത്താനൊന്നും പറയണ്ട. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അള്ളാഹു താല അത്തരം രോഗങ്ങളിൽ നിന്നുകൊണ്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തങ്ങൾക്കും അള്ളാഹു ശിവ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഖിബത്ത് സദുദ്ദേശത്തോടുകൂടി നിൽക്കുന്നവർക്കൊക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ കുറ്റല്ല, ശംസുലമയുടെ കറാമത്താണോ? കണ്ടറിയേണ്ടി വരും. അദ്ദേഹത്തിനൊരു മഹല് ദുനിയാവിലില്ല കൂട്ടരെ. കാരന്തൂർ മഹല് സമസ്തന്റെ കൂടെയാണ്, കാന്തപുരം മഹല് സമസ്തയുടെ കൂടെയാണ്, പേരുടെ മഹല് സമസ്തന്റെ കൂടെയാണ്, പൊന്മലയുടെ മഹല് സമസ്തയുടെ കൂടെയാണ്, വികടിയുടെ സുന്നി നിന്റെ തറവാട്ട് മുഴുവനും സമസ്തയുടെ കൂടെയാണ്. ഇനി ഒരു നിമിഷം പോലും നിലനിൽക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ മഹത്തായ സമുദ്രത്തിലേക്ക് ലയിച്ചു വന്നു കഴിവടി തോടുകൾക്ക് വരാം ഈ സമസ്തയിലേക്ക്. ബഹുമാനപ്പെട്ട രാമന്തളി ബാക്കി പറയുമെന്നതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.